We'll start in a while. Give me a second. വളരെ റയറസ്റ്റ് ആയിട്ട് മാത്രം നിങ്ങൾക്കൊരു പ്രോബബിലിറ്റി ഉള്ള ഒരു ഇന്റർവ്യൂ ക്വസ്റ്റൻ ആയിരിക്കും ഒരു കണ്ടംപററി ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ട്. അഗെയിൻ IR വളരെ വൈഡ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. നോർമലി നമ്മൾ മത്സര പരീക്ഷ, പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂ മോഡലുള്ള പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിൽ ഏത് സ്പാനിൽ വേണമെങ്കിലും ചോദിക്കാം. ഇറ്റ് ഈസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ടു നോ വാട്ട് ഈസ് റിലവൻറ്റ് എന്നുള്ളത്. ആൻഡ് ഇതെല്ലാം തന്നെ ഇറ്റ്സ് ഓൾ ബി ഓൾ അബൌട്ട് യുവർ ഒപ്പീനിയൻ. ഹൗ ഡസ് ദിസ് തിങ്സ് എഫക്ട്, അങ്ങനെയുള്ള ചോദ്യം പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. സോ ദർ ഇസ് നോട്ട് മച്ച് ഒരു എന്താ പറയുക, ഒരു വളരെ എലാബറേറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റീവ് കണ്ടെക്സ്റ്റിലൊന്നും നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരില്ല. യു ഹാവ് ടു ജസ്റ്റ് ഗീവ് സം ബ്രീഫ്. ചില ഇഷ്യൂസിനെ കുറിച്ചിട്ടുള്ള എങ്ങനെയാണ് അത് ഇന്ത്യനെ എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കേരളത്തിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് പോലെയുള്ള ചില ബ്രീഫുകൾ മാത്രമായിരിക്കും സാധ്യതയുണ്ടാവുക. സോ ഇതിൽ ഒരു എലാബറേറ്റീവ് ഡിസ്കഷൻ മോഡിനൊന്നും ഒരു സാധ്യതയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ ഡിഫിക്കൽട്ടി എത്രത്തോളം ഉള്ള ടോപ്പിക്സാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളതും, ഞാൻ ചില ടോപ്പിക്സ് ഒക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നമുക്ക് അതിൽ ഒതുങ്ങി നിൽക്കാം. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യ ചർച്ച ചെയ്യുന്നത്, ഇപ്പൊ നമുക്കറിയാം, അതൊരു വളരെ കറണ്ട് ഇഷ്യൂ ആണ്. ഒരു 2 ആഴ്ച മുന്നേക്കാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റായി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മളുടെ അഫ്ഗാനിസ്ഥാനിലൊരു ഇഷ്യൂ ഉണ്ട്. ദെൻ ഒട്ടുമിക്ക സോറി, ഞാൻ ഷെയർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ മാറിയിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ ഏത് മെറ്റീരിയൽ ആക്ച്വലി കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ്. സർ, റെഫ്യൂജി പ്രോബ്ലംസ്. യെസ്, എക്സാക്ട്ലി, അത് തന്നെ. ഓക്കെ, അപ്പോൾ വളരെ എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും കഴിഞ്ഞ 2 മാസമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്, ഡസ് ഇന്ത്യ ഹാവ് എ റെഫ്യൂജി പോളിസി എന്നുള്ളത്. ഒരു ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മളുടെ അയൽ രാജ്യങ്ങൾ, ഇപ്പൊ നമ്മൾ സ്പെസിഫിക്കലി നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനും ടെക്നിക്കലി ഒരു എന്താ പറയുക, നമുക്കൊരു ബൗണ്ടറി ഷെയറിങ് ഇല്ല. നമ്മൾ മാപ്പിൽ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലൊരു ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും ആ സ്ഥലങ്ങളൊന്നും ഇന്ത്യയുടെ അടുത്തല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനും നേരിട്ടൊരു നൈബർ എന്നുള്ള കൺസെപ്റ്റ് ഇപ്പൊ ഇല്ല, പ്രാക്ടിക്കലി ഇല്ല. ബട്ട് തിയറിറ്റിക്കലി ഒബ്വിയസ്ലി പോസിബിൾ ആണ്. നമ്മളുടെ പാക് ഓക്യുപ്പൈഡ് കശ്മീർ നമ്മുടെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട്, പക്ഷെ നമുക്ക് അവിടെ സ്റ്റേ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നേരിട്ട് നൈബർ അല്ല ആക്ച്വലി അഫ്ഗാനിസ്ഥാൻ. ബട്ട് വി ഹാവ് എ കൾച്ചറൽ ഹിസ്റ്ററി ദാറ്റ് യു നോ ദാറ്റ്. സിമിലർലി നമുക്കറിയാം, മാൽദീവ്സ് നമ്മുടെ ഏറ്റവും അടുത്തൊരു ക്ലോസസ്റ്റ് അല്ലിയാണ്. ശ്രീലങ്ക, ബംഗ്ലാദേശ്, മ്യാൻമാർ, ദെൻ പാകിസ്ഥാൻ, ദെൻ ചൈന. ഇതാണ് നേപ്പാൾ. ഇതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഭൂട്ടാൻ. ഇതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട നൈബേഴ്സ്. അതില് ഒരു സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഡെമോക്രസി സെറ്റ് ചെയ്യുന്ന സ്ഥലങ്ങള് വളരെ കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. ഇന്ത്യ ഒരു വലിയ ഡെമോക്രാറ്റിക്കൽ പവറായിട്ട് നിൽക്കുമ്പോഴും മറ്റു രാജ്യങ്ങളിൽ അത്രത്തോളം ഒരു ഡെമോക്രാറ്റിക്കൽ വേലല്ല പല കാര്യങ്ങളും നടന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. നമ്മള് യെസ്, എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചു? ഞാൻ കേട്ടില്ല. ഓക്കെ, ഓക്കെ. നമ്മള് പാകിസ്ഥാനെ കേസ് എടുത്തു കഴിഞ്ഞ് നമുക്കറിയാം, അവിടെ അത്ര ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വാക്കാലുണ്ടെങ്കിൽ പോലും ഏറെക്കുറെ അവിടെ ഒരു മിലിറ്ററി ഭരണത്തിന് തുല്യമായ ഭരണമാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞിട്ട് മിലിറ്ററി ആണ്, അങ്ങനെയാണ് ഞാൻ ഇന്റൻഷൻ മനസ്സിലാക്കണം പലപ്പോഴും അവിടെ അറിയാം. അതുകൊണ്ട് തന്നെ ആ ഏരിയ അത്ര സ്റ്റേബിൾ അല്ല നമുക്ക്.
പാകിസ്ഥാന്റെ ഒരു ഘടന അങ്ങനെയാണ്. അതിൽ ഇപ്പോ ഭരിക്കുന്ന ഇമ്രാൻഖാന്റെ ഒരു ട്രൈബ് ഒരു ട്രൈബർ നേച്ചർ എന്ന് പറയുന്നത് ഹീസ് എ പസ്തൂൺ. നോർത്ത് വെസ്റ്റ് ഫ്രണ്ട് പ്രൊവിൻസ് പാകിസ്ഥാന്റെ ഒരു അത് വരുന്നത് ലോകത്തിലെ ഏറ്റവും ഒരു ഫ്രജൈൽ ഏരിയകളിലൊന്നാണ് ആക്ച്വലി ഈ പറഞ്ഞ നോർത്ത് വെസ്റ്റ് NWFP എന്ന് പറയുന്ന സ്ഥലം. നിങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോഴേ നിങ്ങളിപ്പോ കുറച്ച് ദിവസം പേപ്പറിലൊക്കെ നിങ്ങൾ വായിച്ചിരിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അഫ്ഗാനിസ്ഥാന്റെ റഗിസ്ഥാൻ മരുഭൂമി എന്ന് പറയും. വളരെ പ്രധാനപ്പെട്ട അഫ്ഗാനിസ്ഥാന്റെ സദേൺ പോർഷനാണ്. പാകിസ്ഥാനുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ബൗണ്ടറി ഉള്ളതാണ്. ഈ ഏരിയയിലാണ് പഷ്തൂൺസിന്റെ ഒരു പ്രൊമിനന്റ് ഏരിയ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഏരിയ നമുക്ക് അത്ര അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റേബിൾ ആണ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തോളാം. ആൻഡ് ചൈന നമുക്കറിയാം, ചൈന ബീയിങ് സ്റ്റേബിൾ ആണ്. ചൈനയുടെ ഡെമോക്രസി ഇല്ല എന്നേ ഉള്ളൂ, പക്ഷെ ഒരു സ്റ്റേബിൾ രാജ്യമായിട്ടാണ് കണക്കാക്കേണ്ടത്. അത്രത്തോളം ഒരു എന്താ പറയുക ഒരു ഫ്രജൈലായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് അല്ല ചൈനയ്ക്ക്. ചൈന ഇസ് വെരി സ്റ്റേബിൾ. മീൻവൈൽ ചൈനയ്ക്കുള്ളിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് ഉള്ളിലും ഉണ്ടല്ലോ, അതുപോലെ തന്നെയുള്ളൂ. ചൈന ബീയിങ് കാമൻ ക്വയറ്റാണ്, ബട്ട് എന്താ പറയാ ഒരു ഡ്രാഗൺ ആണ് പറയാറുണ്ട് എപ്പോഴും. ക്യാൻ എനിവൻ സേ ചൈനയുടെ ഈ ഫോറിൻ പോളിസിനെ നമ്മൾ ഈ ആ ഫോറിൻ പോളിസി എക്സ്പേർട്ടുകൾ ഒരു വാക്കാൽ പരാമർശിക്കും. ആ വാക്ക് എന്താ പറയാവോ? ആർക്കെങ്കിലും ആ വാക്ക് പറയാൻ സാധിക്കുമോ? ചൈനയെ നമ്മൾ ഏറെക്കുറെ അങ്ങനെയാണ് പറയുക. ആർക്കെങ്കിലും കേട്ടില്ല? അയൺ കർട്ടൺ ആണ് സർ. അയൺ കർട്ടൺ. അയൺ കർട്ടൺ അല്ല. ലോൺ വോൾഫ് പോളിസി കേട്ടില്ല. ലോൺ വോൾഫ് പോളിസി എന്ന് പറയാറുണ്ട്. ലോൺ വോൾഫ് എന്നല്ല, അത് ഒക്കെ പറയാറുണ്ട്. കേട്ടില്ല. സർ വുൾഫ് വാരിയർ ഡിപ്ലോമസി എന്ന് കേട്ടിട്ടുണ്ട് സർ ന്യൂസ് പേപ്പറിൽ. വുൾഫ് വാരിയർ ഡിപ്ലോമസി എന്ന് പറയാറുണ്ട്. അത് കറക്റ്റ് ആണ്. ബട്ട് ഞാൻ കണ്ടക്സ്റ്റ് പറഞ്ഞത് നൈബേഴ്സിന്റെ ഇടയിലുള്ള ഒരു ഫോറിൻ പോളിസി എങ്ങനെയാന്നുള്ളതാ. അവര് അതെ, അത് ശരിയാണ്, അതാണ്. പക്ഷെ അവരുടെ ഭാഷ സലാമി സ്ലൈസിംഗ് എന്നാണ് പറയുക ആക്ച്വലി. അവര് വേൾഡിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നത് ഒരു ഡിഫറെന്റ് ഡയമെൻഷൻ ഓഫ് ഒരു പൊളിറ്റിക്സ് ആണ്. ബട്ട് നൈബേഴ്സിന്റെ ഇടയിൽ അവരൊരു വല്ലാത്തൊരു എക്സ്പാൻഷൻ മോണിറ്ററി പോളിസി അല്ല, ഒരു ഒരു ഇന്റർനാഷണലൈസേഷൻ അവിടെ മുന്നോട്ട് പോകും. അതിനെ പൊതുവെ ആ രീതിയിലുള്ള ഒരു പറയുക സലാമി സ്ലൈസിംഗ് എന്നാണ് പറയുക ആക്ച്വലി ചൈനയുടെ പോളിസിനെ. സോ നമ്മൾ സംസാരിച്ചു വന്നത് ഈ ഡിഫറെന്റ് നമ്മളെ നൈബേഴ്സ് എങ്ങനെയാണ് നമ്മളെ വ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ റീസെന്റ് ഇൻസിഡൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങളോട് ഒരിക്കലും ചൈനയും ഇന്ത്യയും എൻഗേജ്മെന്റിന്റെ ഒരു എന്താ പറയുക ടെക്നിക്കൽ വേർഷൻ ചോദിക്കില്ല, അത് നിങ്ങൾ വിട്ടേക്കൂ. ബട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുക നിങ്ങളോട്, നിങ്ങൾ അതിന്റെ ഒരു ആൻസർ കണ്ടെത്തി പറയണം. ഡസ് ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് ഇന്ത്യയുടെ സപ്ലൈ ചെയിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ, ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ കാര്യങ്ങളിലാണ് എന്നും കൂടെ പറയാൻ പറ്റുമോ? മാനുഫാക്ചറിംഗിൽ ഒരു ഇൻപുട്ട് സപ്ലയർ ആണ് ചൈന. ഓക്കെ. സ്വാഭാവികമായിട്ടും അത് ഇന്ത്യയിലൊരു നമ്മൾ സോഫ്റ്റ്വെയർ എക്സ്പോർട്ടിലാണെങ്കിൽ അവർ ഹാർഡ്വെയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിന്റെ ഇന്ത്യൻ എക്സ്പോർട്ടിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വലിയ ഫാക്ടറാണ്. കാരണം ഇമ്പോർട്ടിൽ നല്ലൊരു ഭാഗവും വരുന്നത് ചൈനയിൽ നിന്നാണ് മാനുഫാക്ചറിംഗിൽ. സ്വാഭാവികമായിട്ടും അതിനെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു ഭാവിയിലൊരു ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ട്രേഡ് റിലേഷൻ ഇത്തരത്തിലായതുകൊണ്ട് തന്നെ അത് വർദ്ധിച്ചു വരുന്നത് കൊണ്ട് ഇന്ത്യൻ എക്കോണമിയെ അത് കൂടുതൽ ബാധിക്കാനുള്ള സാധ്യതയാണ് ഞാൻ മനസ്സിലാക്കാൻ സാർ. ഓക്കെ. സോ നിങ്ങൾ കണ്ടക്സ്റ്റിൽ പറയുന്നത് ഇന്ത്യൻ സപ്ലൈ ചെയിനെ ഇന്ത്യ ചൈന ഇക്വേഷൻസ് പോസിറ്റീവ്ലി ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്, അതാണ് വാദം. അതെ അതെ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്, എക്സലന്റ്. അത് കറക്റ്റ് ആണ്, ആക്ച്വലി വളരെ കറക്റ്റുമാണ്. അതായത് നമ്മളുടെ ട്രേഡ് ഇക്വേഷൻസിന് വലിയ തോതിൽ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതിൽ 2-3 കാര്യങ്ങൾ ഞാൻ എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറയാം. ഒന്ന്, ചൈന ഒരു വലിയ ഹാർഡ്വെയർ സപ്പോർട്ട് തന്നെയാണ് ലോകത്ത്, അതിൽ സംശയമൊന്നുമില്ല.
പ്രത്യേകിച്ച് അവരുടെ ചൈനീസ് തായ്പൈ ഇലക്ട്രോണിക്സ് മാർക്കറ്റിൽ വലിയ ഭീമന്മാരാണ്. നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ തന്നെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ പലപ്പോഴും നമ്മളുടെ റോ മെറ്റീരിയൽസിന്റെ ഒരു വലിയ ഭൂരിപക്ഷം സാധനങ്ങളും വരുന്നത് ചൈനയിൽ നിന്നാണ്. നമ്മളുടെ മൊബൈൽ ഇൻഡസ്ട്രീസിന്റെ പല റോ മെറ്റീരിയൽസും, നമ്മളുടെ ഇലക്ട്രോണിക്സിന്റെ പല റോ മെറ്റീരിയൽസും, ഈ ഹാർഡ് ഡിസ്കുകൾ, അങ്ങനെയുള്ള സെക്യൂരിറ്റി ഹാർഡ്വെയർസോ ഒക്കെ തന്നെ നമ്മളൊരു വലിയ പ്രോമിനന്റ് ബയർ, നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു പ്രോമിനന്റ് മാർക്കറ്റ് ചൈന തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നതൊക്കെ ചൈന തന്നെയാണ്. ഈ ഒരു തരത്തില് നമ്മളുടെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയുടെ വളർച്ചയെ ചൈന വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഘടകമാണ്. ലോകത്തില് ഈ ചൈനയുടെ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറൌണ്ട് 15% എന്ന് പറയുന്നത്. 15% ചൈനയ്ക്ക് 15% ആണ് ചൈനയുടെ ഒരു എക്സ്പോർട്ട്, ഈ ഇലക്ട്രോണിക്സ് എക്സ്പോർട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. സിമിലർലി നമ്മൾ ഇന്ത്യയുടെ നോക്കുകയാണെങ്കിൽ വിച്ച് ഈസ് അറൌണ്ട് 2% ഉള്ളൂ. 2% താഴെയാണ് പൊതുവെ നമ്മൾ പറയാറ്. വാല്യൂവിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും, എന്നാലും ഇറ്റ് ഈസ് ജസ്റ്റ് അറൌണ്ട് 1.82% ഒക്കെ താഴെയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ ചൈനീസിന്റെ മാർക്കറ്റ് നമുക്ക് ഇല്ലാതായാൽ അത് നമ്മൾ ഡൊമസ്റ്റിക്, പ്രത്യേകിച്ച് നമ്മൾ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി എന്ത് ചെയ്യും, വലിയ തോതിൽ ബാധിക്കും. സോ അത് ഓർത്തു വെച്ചോളൂ. ഇന്ത്യ ചൈന ഇക്വേഷൻസ് എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുക. പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ഇലക്ട്രോണിക് മാർക്കറ്റ് ആയിരിക്കും. സെക്കൻഡ് തിങ്, കുറച്ചും കൂടെ എന്താ പറയുക, നമ്മൾ സീരിയസ്ലി ബാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതൊന്ന് നമ്മളുടെ ഫാർമ ഇൻഡസ്ട്രീനായിരിക്കും. ഫാർമ ഇൻഡസ്ട്രി നമുക്കറിയാം, ലോകത്തിലെ വലിയ ജനറിക് മെഡിസിൻസ് ഉണ്ടാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. നമ്മുടെ ഫാർമ ഇൻഡസ്ട്രി ലോകത്തിലെ 7ാമത്തെയോ 8ാമത്തെയോ വലിയ ഇൻഡസ്ട്രിയാണ്. 100 ബില്യൺ മാർക്കറ്റൊക്കെ ആവാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രിയാണ് ഭാവിയിൽ. ഇപ്പോൾ ഇല്ല, ബട്ട് ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ജനറിക് മെഡിസിൻസ് നമുക്കറിയാം, പലപ്പോഴും ഈ മെഡിക്കൽ കോമ്പണൻസ്, അതായത് റോ മെറ്റീരിയൽസ് എന്ന് പറയാം. അതിന് ഈ മെഡിക്കൽ ടേംസിൽ പറയാറ്, നിങ്ങൾ ഡോക്ടേഴ്സ് ഉണ്ട് തോന്നുന്നുണ്ട്, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് എന്നാണ് പറയുക, വിച്ച് ഈസ് എ ബേസ്, പല മരുന്നുകളുടെയും ബേസ് കോമ്പണൻസ് അതായിരിക്കും, APIs ആയിരിക്കും. ഇതില് ചൈന ഒരു വലിയ എന്താ പറയുക ഒരു എലഫന്റ് ആണ്. ലോകത്തിന്റെ API മാർക്കറ്റില് ഒരു 50 to 60% ഹാൻഡിൽ ചെയ്യുന്ന ചൈനയാണ്. ഒരു വലിയ മാർക്കറ്റാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കുറെ നമ്മളുടെ ഈ പോസ്റ്റ് ഗാൽവാൻ ക്ലാഷിന് ശേഷം ഇന്ത്യ ചൈന റിലേഷൻഷിപ്പിൽ ഒരു വലിയ എന്താ പറയുക ഒരു സ്റ്റോൺ മാർക്കാണ് പോസ്റ്റ് ഗാൽവാൻ. നമ്മളെ ഗാൽവാൻ ക്ലാഷിന് ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ക്രൈസിസിലേക്ക് രണ്ട് രാജ്യങ്ങളെയും പോയത്. അതിന് മുന്നേ നമുക്ക് ഒരുപാട് സ്റ്റാൻഡ് ഓഫുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഡോക്ലാമിൽ നമുക്ക് സ്റ്റാൻഡ് ഓഫ് ഉണ്ടായിട്ടുണ്ട് ചൈനയായിട്ട്. 1990s നമുക്ക് ഒരു പോയിന്റ് വരെ നമുക്ക് ലഡാക്കിൽ ഇതുപോലെ സ്റ്റാൻഡ് ഓഫ് ഉണ്ടായിട്ടുണ്ട്. ഭൂട്ടാനിൽ നമുക്ക് നേരിട്ട് വരാൻ പറ്റിയിട്ടുണ്ട്. അരുണാചലിൽ നമുക്ക് സ്റ്റാൻഡ് ഓഫ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡിലുണ്ട് ഒരു സ്റ്റാൻഡ് ഓഫ് ഉണ്ട്. സ്റ്റാൻഡ് ഓഫ് ഇൻ സെൻസ് രണ്ട് സേനയും ഒരു കിലോമീറ്റർ 2 കിലോമീറ്ററിനൊക്കെ അടുത്ത് വരിക എന്നുള്ളതാണ് ഞാൻ സ്റ്റാൻഡ് ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി. ബട്ട് ഗാൽവാൻ ഒരു സ്റ്റാൻഡ് ഓഫ് അല്ല, ഗാൽവാൻ ഒരു ക്ലാഷ് തന്നെ ആയിട്ടുണ്ട്. ഒരു ഇടിപടി അല്ലെങ്കിൽ ഒരു അടി, ആളുകൾ മരിക്കുന്ന സിറ്റുവേഷൻ ഇന്ത്യ ചൈന ഇക്വേഷൻസിലെ പോസ്റ്റ് 1965 ശേഷം ആദ്യമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും IR എക്സ്പേർട്സ് പറയാറ് ദർ ഇസ് എ പീരീഡ് ഓഫ് പോസ്റ്റ് ഗാൽവാൻ പീരീഡിൽ ഇന്ത്യ ചൈന ഇക്വേഷൻസ് അതിന് മുന്നേ കണ്ടതുപോലെ അല്ല എന്നുള്ളതാണ്. ദെൻ ഒരു സെർട്ടൈൻ ഒരു ചേഞ്ച് ഓഫ് മൂഡ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ദർ ഇസ് എൻ അഗ്രസീവ് നേച്ചർ അഗെയിൻസ്റ്റ് ചൈന. ഒരടിക്ക് വന്നാൽ തിരിച്ചടിക്കുക എന്നുള്ള ഒരു ടേമിലേക്ക് നമ്മളെ ഫോറിൻ പോളിസി ചൈനയായിട്ട് മാറ്റിയിട്ടുണ്ട്. ദെൻ സീരിയസ്ലി വി ഹാവ് എൻകൗണ്ടർ ഇൻ മെനി സിറ്റുവേഷൻസ്. ലോകത്തിലെ പല പ്ലാറ്റ്ഫോംസിലും നമ്മളിപ്പോൾ ചൈനയെ കടന്നാക്രമിക്കുന്ന സ്റ്റൈലുണ്ട്. വി ആർ ഒബ്ജക്റ്റിംഗ് എവറിത്തിങ് അഗെയിൻസ്റ്റ് ചൈന. സോ അതൊക്കെ തന്നെ ഒരു പോസ്റ്റ് ഗാൽവാൻ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. കാരണം അതിന് മുന്നേ നമ്മൾ ഏകദേശം ചൈനയ്ക്ക് നമ്മൾ സോഫ്റ്റ് സ്റ്റാൻഡ് ആയിരുന്നു. പല പല ഇക്വേഷൻസ് അല്ലെങ്കിൽ പല വേൾഡിലെ പല ഫോറങ്ങളിലും ഇന്ത്യ പലപ്പോഴും ചൈനയ്ക്കെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കാതെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തായിരുന്നു. പക്ഷെ പോസ്റ്റ് ഗാൽവാന് ശേഷം ഏറെക്കുറെ നമുക്ക് യുണൈറ്റഡ് നേഷൻസ്, ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലാണെങ്കിലും UNFCയിലാണെങ്കിലും WHO ഒക്കെ തന്നെ നമ്മളൊരു മൈൽഡ് നമുക്കൊരു ചൈനയ്ക്കെതിരെയുള്ള സ്റ്റാൻഡ് പോസിറ്റിവിറ്റി കൂടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ ഫാർമ ഇൻഡസ്ട്രീനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഡെഫിനറ്റ് ടേം ഇസ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്.
വലിയ രീതിയിൽ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് ഒരു തേർഡ് പോയിന്റ് ഉണ്ട് ആക്ച്വലി. നമുക്കറിയാം നമ്മൾ ഇന്ത്യയിലെ ലോകത്തിന്റെ വലിയൊരു ഇലക്ട്രിസിറ്റി മാർക്കറ്റാണ്. നമ്മൾ ഒരു അടുത്തൊരു 5 കൊല്ലം കൊണ്ട് ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ ഇലക്ട്രിസിറ്റി മാർക്കറ്റായി മാറും എന്നാണ് പറയുന്നത്. അതിന്റെ ഉപയോഗം കൊണ്ടും അതിന്റെ പ്രൊഡക്ഷൻ കൊണ്ടും. നമുക്കറിയാം നമ്മളുടെ ഇന്ത്യയിൽ പല രീതിയിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വി ഹാവ് എ കോൾ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഡോമിനന്റ്ലി നമ്മളുടെ ഈ ഇലക്ട്രിസിറ്റി മാർക്കറ്റ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ തെർമൽ എനർജി. തെർമൽ ആണ് നമ്മളുടെ 60% ഇലക്ട്രിസിറ്റിയുടെ ഇത്. നമുക്കറിയാം ഈ തെർമൽ എനർജി അത് ചൂട് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഹീറ്റ് വേണം. ഹീറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു എനർജി സോഴ്സ് വേണം. ഏറെക്കുറെ നമ്മളത് ഉപയോഗിക്കുന്നത് കോളാണ്. നമുക്കറിയാം ഇന്ത്യ ഒരു ലാർജസ്റ്റ് കോൾ മാർക്കറ്റാണ്. വലിയ പ്രൊഡക്ഷൻ യൂണിറ്റുള്ള മാർക്കറ്റാണ്. വർഷത്തിൽ 750 മില്യൺ മെട്രിക് ടൺസ് ആണ് നമ്മളുടെ പ്രൊഡക്ഷൻ. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും നമ്മൾ വലിയ രീതിയിൽ ഹൈ ക്വാളിറ്റി കലോറിഫിക് വാല്യൂ ഉള്ള കോള് നമ്മൾ പലപ്പോഴും ചൈനയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഈ ക്ലാഷ് വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ അതിന്റെ ഒരു റിസോഴ്സ് ഇന്ത്യക്ക് കിട്ടാതെ ആവും. അത് ഇൻഡയറക്ട്ലി നമ്മൾ എഫക്ട് ചെയ്യുന്നത് നമ്മളുടെ സ്റ്റീൽ മാർക്കറ്റിനെ ആയിരിക്കും. സ്റ്റീൽ മാർക്കറ്റ് എഫക്ട് നമുക്കറിയാം നമ്മളുടെ ഓട്ടോമൊബൈൽ, കൺസ്ട്രക്ഷൻ അതിനെയൊക്കെ ബാധിക്കും. അപ്പൊ ഇതൊരു 3ാമത്തെ ഇഷ്യൂ ആണ്. ഇന്ത്യ ചൈന ഇക്വേഷൻസ് നമുക്ക് പോസിറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ, ഒന്ന് ഞാൻ പറഞ്ഞു ഇലക്ട്രോണിക്സ് മാർക്കറ്റിൽ അവരുടെ എന്താ പറയുക ഹെജ്മോണി അതുള്ളത് കൊണ്ട് ഇന്ത്യയുടെ സപ്ലൈ ചെയിനിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ്, നമ്മളെ ഫാർമ ഇൻഡസ്ട്രിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിന്റെ ഒരു വലിയ മാർക്കറ്റ് ചൈനയാണ്. തേർഡ്, ഇലക്ട്രിസിറ്റി ജനറേഷനിൽ ഹൈ ക്വാളിറ്റി കലോറിഫിക് വാല്യൂ ഉള്ള കോള് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ചൈനയിൽ നിന്നാണ്. അത് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി ഇന്ത്യൻ ഏറ്റവും കൂടുതൽ ബാധിക്കും എന്ന് പറയുന്നത്. 2, വൈ, എന്തുകൊണ്ടാണ് ഈ 3 കാര്യങ്ങളും നമുക്ക് ക്രൂഷ്യൽ ആവുന്നത് എന്നുള്ളത്. ചൈനയ്ക്കും ഇന്ത്യയിൽ നിന്ന് ട്രേഡ് നഷ്ടപ്പെട്ടാൽ ഒരു ചെറിയ തോതിൽ ട്രേഡ് കുറയും, അതിൽ പ്രശ്നമൊന്നും. ബട്ട് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് പോകുന്ന സാധനങ്ങൾക്ക് അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് കിട്ടാൻ സാധിക്കും എന്നുള്ളതാണ് പ്രോബ്ലം. ബട്ട് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന സാധനങ്ങൾക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പോസിബിൾ അല്ല കറണ്ട് സിറ്റുവേഷനിൽ. അതുകൊണ്ടാണ് ചൈന നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ചൈനയെ വലിയ തോതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു ചൈനീസ് ഇക്വേഷൻ ഉള്ളത്. ബട്ട് ഇന്ത്യ ഏറെക്കുറെ പല മേഖലകളിലും ഞാനിപ്പോൾ പറയെങ്കിലും ഒരു സ്റ്റാൻഡിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ചൈനയുടെ ചില ഇഷ്യൂസിൽ കേന്ദ്രം നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പോളിസിയിൽ വ്യക്തത ഇല്ല എന്ന് പറയേണ്ടി വരും. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ചൈനയുടെ ഹോങ്കോങ് പോളിസി നമുക്കറിയുന്ന കാര്യമാണത്. ഹോങ്കോങ് പോളിസിയിൽ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്റ്റാൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്തിട്ടില്ല. നമ്മൾ ഹോങ്കോങ്ങിലുള്ള ചൈനീസ് ഇടപെടലുകളും അവിടുത്തെ ഇന്റർണൽ സെക്യൂരിറ്റി കേസ് നമ്മൾ അതിലേക്കൊന്നൊരു കൃത്യമായ സ്റ്റാൻഡ് നമ്മൾ ഹോങ്കോങ്ങിന്റെ കൂടെയാണോ അതോ ചൈനയുടെ കൂടെയാണോ എന്നുള്ള സ്റ്റാൻഡ് എടുത്തിട്ടില്ല. പലപ്പോഴും ഒരു വീക്ക്നെസ് ഉണ്ട് അവിടെ. സെക്കൻഡ്, ചൈനീസ് തായ്പേയുടെ ഇഷ്യൂസിൽ ചൈനീസ് തായ്പേ നമുക്കറിയാം ചൈനയുടെ ഒരു IR പോളിസി ഏറെക്കുറെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വൺ ചൈന പോളിസി എന്നുള്ള കൺസെപ്റ്റിലാണ് ആക്ച്വലി. അത് ഒരു 250 കൊല്ലം മുന്നേ മിങ് ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിൽ അന്ന് ചൈനയ്ക്ക് ഉണ്ടായിരുന്ന എക്സ്പാൻഷൻ അല്ലെങ്കിൽ അന്ന് കയ്യിലുള്ള സ്ഥലങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു വൺ ചൈന പോളിസി എന്നാണ് പറയുക. അതിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ലഡാക്ക് മൊത്തം അവരുടെ കയ്യിലെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു പോസിബിലിറ്റി ഇല്ല ഇപ്പോഴത്തെ കാര്യത്തില്ല. പക്ഷെ ബട്ട് വൺ ചൈന പോളിസിയാണ് അവർ ഏറെക്കുറെ അവരെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ചൈനീസ് തായ്പേയുടെ ഇഷ്യൂ ഇന്ത്യക്ക് ഒരു ക്ലിയർ സ്റ്റാൻഡ് ഇല്ല ആക്ച്വലി. നമുക്ക് ട്രേഡ് ഉണ്ട് തായ്പേ ആയിട്ട്, എക്സ്റ്റെൻസീവ് ട്രേഡ് ഉണ്ട് ആക്ച്വലി. ബട്ട് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ക്ലിയർ സ്റ്റാൻഡ് ഇല്ല. തേർഡ്, ഇന്ത്യയും ചൈനയും ഇക്വേഷൻസിൽ ഈ ഒരു സ്ട്രാറ്റജിക്കലി നമുക്ക് ഉള്ള ഒരു കാര്യത്തിൽ പറയാനുള്ളത് തേർഡ്, ഈ ചൈനയുടെ ഈ സലാമി സ്ലൈസിംഗ് എന്ന് പറയുന്ന അവരുടെ നൈബർ പോളിസിയിൽ ചൈന ഏറ്റവും കൂടുതൽ അഗ്രസീവ് സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് ഇന്ത്യ കഴിഞ്ഞാൽ അവരുടെ സൗത്ത് ചൈന സീയിലെ കുറെ അലയൻസുകളാണ്. അത് വിയറ്റ്നാം ആണെങ്കിലും ഫിലിപ്പീൻസ് ആണെങ്കിലും ഏറെക്കുറെ ഇന്തോനേഷ്യ ആണെങ്കിലും പല ക്ലാഷസ് നടക്കുന്നുണ്ട്. അതിലും കൃത്യമായി
ഇന്ത്യക്ക് ഒരു പോളിസി ഇല്ല അവിടെ. അവിടുത്തെ സൗത്ത് ചൈന സീ ചൈനയുടെ അല്ല എന്നുള്ളത് ഒരു വാദം പറയുന്ന ഒരു ടീമാണ്. ബട്ട് എന്നാലും ചൈനീസ് ഇൻഫ്ലുവൻസ് നമ്മൾ ഏറെക്കുറെ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് പല നമ്മളുടെ തീരുമാനങ്ങളിൽ നിന്നും പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. സൗത്ത് ചൈന സീയിലുള്ള ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഒക്കെ തന്നെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് എത്രത്തോളം ഇന്ത്യക്ക് ആ മേഖലയിൽ ഒരു ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സൗത്ത് ചൈന പോളിസിയിലുള്ള കാര്യങ്ങൾ ഇന്ത്യക്ക് കുറച്ചും കൂടെ വ്യക്തത വരുത്താനുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഇന്ത്യ ചൈന പോളിസിയിൽ നമുക്കൊരു വ്യക്തതയില്ലാത്തൊരു ഐഡിയകൾ ഇപ്പൊ പ്രസന്റ്ലി ഉള്ളത്. 4മത്തത് നമ്മളൊരു കൺസേൺ വളർന്നു വരുന്നത് 2 ദിവസം മുന്നാണ് സംഭവമാണ്. അഫ്ഗാനിസ്ഥാനിലെ പുതിയ താലിബാൻ ഗവൺമെന്റിനോട് വളരെ പോസിറ്റീവായിട്ടാണ് ചൈന അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അത് ലോങ് റണ്ണിലേക്ക് ഇന്ത്യയും ചൈനയുടെയും പോളിസിനെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു കറണ്ട് ഏഷ്യൻ പ്രോമിനന്റ് ഇഷ്യൂ ആയിട്ട് ഭാവിയിൽ മാറാൻ സാധ്യതയുണ്ട്. ഇതിലൊരു പ്രോബ്ലം ഉണ്ട്. ദെൻ ഇതാണ് ഏറെക്കുറെ ഇന്ത്യ ചൈന ഇക്വേഷൻസിന്റെ ഒരു കറണ്ട് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ബട്ട് പല മേഖലകളിലും പല സ്ഥലങ്ങളിലും ഇന്ത്യക്ക് കോൺഫ്ലിക്റ്റ് ഉള്ള ഇതുണ്ട്. ഇന്ത്യൻ പോളിസിയിൽ ഇന്ത്യൻ IR പോളിസിയിൽ നമുക്കൊരു വ്യക്തതയില്ലാത്ത പല കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ 2-3 കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. നിങ്ങൾ നേരത്തെ ഒരാള് നിങ്ങളുടെ ചാറ്റിൽ ടൈപ്പ് ചെയ്തിരുന്നു 1 Belt 1 Road ഇനിഷ്യേറ്റീവ് ചൈനയുടെ. എനിക്ക് തോന്നുന്നു ഏഷ്യൻ രാജ്യങ്ങളിൽ, സെൻട്രൽ ഏഷ്യൻ നമ്മളെ ഇന്ത്യൻ പെനിൻസുല രാജ്യങ്ങളിൽ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളും, ബംഗ്ലാദേശ് ഒഴിച്ച്, ഭൂട്ടാനും ബംഗ്ലാദേശും ഒഴിച്ച്, നേപ്പാളും ഒഴിച്ച് ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളും 1 Belt 1 ഇനീഷ്യേറ്റീവിനോട് ഒരു പോസിറ്റിവിറ്റി ഉള്ള രാജ്യങ്ങളാണ്. അത് അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും സെൻട്രൽ ഏഷ്യയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ചൈനയോട് ഒരു പോസിറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. മാത്രമല്ല യൂറോപ്യൻ യൂണിയനും ചില രാജ്യങ്ങൾ സ്കെപ്റ്റിക്കലാണ് ചൈനയുടെ ഈ 1 Belt 1 ഇനീഷ്യേറ്റീവിനെ കുറിച്ചിട്ട്, എക്സ്പെഷ്യലി ഫ്രാൻസ്, ജർമ്മനി. ബട്ട് UK ഹാസ് എ ഡിഫറെന്റ് ഇക്വേഷൻ വിത്ത് ചൈന. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയന്റെ ഉള്ളിൽ ഈ ഇന്ത്യ ഫാക്ടർ വേണോ ചൈന ഫാക്ടർ വേണോ എന്നുള്ള ഒരു ഗ്ലോബൽ ചർച്ച ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പല രാജ്യങ്ങൾ, ഞാൻ പറഞ്ഞ കുറച്ച് വെൽത്തി രാജ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജർമ്മനി, ഫ്രാൻസ്, ഇവരൊക്കെ തന്നെ ഏറെക്കുറെ ഇന്ത്യൻ പോളിസിക്ക് അനുകൂലമാണ് എന്നാണ് പറയപ്പെടുന്നത്. മറ്റുള്ള കാര്യങ്ങളിൽ ചൈനയ്ക്ക് അത്ര അനുകൂലമല്ല ഈ പറഞ്ഞ രാജ്യം. പക്ഷെ ഡിഫറെൻ്റ് ആണ് കാര്യം UK ഇന്ത്യനേക്കാളും അവരുടെ IR അവരുടെ റിലേഷൻഷിപ്പിൽ അവർ പ്രോമിനൻസ് കൊടുക്കുന്നത് ചൈനയ്ക്കാണ്. അത് 1 Road 1 Belt ഇനീഷ്യേറ്റീവിന്റെ ഒരു ഹബ് എന്ന് പറയുന്നത് ഏഷ്യ കഴിഞ്ഞാൽ അതിന്റെ യൂറോപ്യൻ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് ഒക്കെയാണ്. സോ അതുകൊണ്ട് ആ ഇക്വേഷൻസ് എല്ലാം അങ്ങനെയാണ് പോകുന്നത്. ദെൻ മ്യൂച്വലി കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു ഏരിയയാണ് ഇന്ത്യയും ചൈനയുടെയും കേസിൽ ആഫ്രിക്കയില് വളരെ 2 കോമ്പീറ്റിംഗ് ശക്തികളായിട്ട് ഇന്ത്യയും ചൈനയും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല രാജ്യങ്ങളിലും ഇപ്പോൾ ഷിയറാലിയോൺ, അല്ലെങ്കിൽ കോങ്കോ, ഉഗാണ്ട, എത്യോപ്യ, കെനിയ, സുഡാൻ, ഡിജിബൌട്ടി, ടാൻസാനിയ, ബൊട്സ്വാന, ഈവൻ സൗത്ത് ആഫ്രിക്ക, ഇവിടെയൊക്കെ തന്നെ ഘാന, ഗാബൂൺ, ഈ രാജ്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ അതിൻ്റെ ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന 2 രാജ്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യയും ചൈനയും. സോ ലാർജർ കണ്ടെക്സ്റ്റിൽ ഒരു നെക്സ്റ്റ് 25 years എന്ന് പറയുന്നത് ഇന്ത്യ ചൈന ഇക്വേഷൻസിലെ വളരെ ഡെഫിനറ്റ് പീരീഡ് ആയിരിക്കും. അത് ഞാൻ കാണുന്നത് ലോകത്തെ ഏറ്റവും ഒരു ഫ്രജൈൽ ഒരു റീജിയനായിട്ട് ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന റീജിയൻ മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. യു കനോട്ട് സീ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷണൽ ക്രൈസിസ് നമുക്ക് ലോകത്ത് എവിടെയും കാണാൻ കഴിയില്ല. വൈ ഇൻ സെൻസ് 3 അതിർത്തി രാജ്യങ്ങൾ, ആൻഡ് ദേ ബോത്ത് 3ഉം കോൺഫ്ലിക്റ്റിംഗ് നേച്ചറുള്ള രാജ്യങ്ങളാണ്. അതാണ് ഏറ്റവും രസകരം. ചൈന ഒരു കമ്മ്യൂണിസ്റ്റിക് ഐഡിയോളജി, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് ഐഡിയോളജി, പാകിസ്ഥാൻ ഒരു മിലിറ്ററി ഐഡിയോളജി, 3 കോൺഫ്ലിക്റ്റിംഗ് വ്യൂസ് ഉള്ള ഒരു റീജിയനാണ്. അത് മാത്രമല്ല 3 രാജ്യങ്ങളും തമ്മിൽ അത്ര സുഖകരമല്ല. അതുകൊണ്ട് 3 രാജ്യങ്ങൾക്ക് എന്തുകൊണ്ട് ന്യൂക്ലിയർ പവേർഡുമാണ് അത് 3 പേരും. അടുത്ത നൂറ്റാണ്ടിന്റെ ഒരു എന്താ പറയുക, ഒരു ചോക്ക് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും IR അങ്ങനെ ഒരു വാക്ക് പറയും, ചോക്ക് പോയിന്റ് എന്ന് പറയും.
ചോക്ക് പോയിന്റ് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പെനിൻസുലയായിരിക്കും. അത് അഫ്ഗാനിസ്ഥാന്റെ ഫാക്ടർ ആണെങ്കിലും ചൈനയുടെ ഫാക്ടർ ആണെങ്കിലും ഇന്ത്യയുടെ ഫാക്ടർ ആണെങ്കിലും പാകിസ്ഥാന്റെ ഫാക്ടർ ആണെങ്കിലും ഈ 4 രാജ്യങ്ങളും ആയിരിക്കും ഒരു ചോക്ക് പോയിന്റ് ആയിട്ട് അടുത്ത 25 ഇയേഴ്സ് വരിക. അപ്പൊ നെക്സ്റ്റ് 25 ഇയേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും വലിയ തോതിൽ റെലവൻസ് ഉള്ള ഒരു പീരീഡ് ആയിരിക്കും. ഇതാണ് എൻ്റെ ഒരു ചൈനീസ് ഇന്ത്യ അനാലിസിസ്. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കുറിച്ച് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ. സാർ, ഈ ഇന്റർനാഷണൽ റിലേഷനിൽ നമ്മളോടൊരു ഒരു കൺഫ്യൂസിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത എത്രമാത്രം ഉണ്ട് സാർ? നമ്മൾ ഒരു സാധ്യതയില്ല. ഒരു സാധ്യതയില്ല. ഒരു സാധ്യതയില്ല. നിങ്ങൾ അത്തരത്തിലെ ടേംസ് ആയിട്ട് നോക്കണ്ട. UPSC-ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി അവർ ചിലപ്പോൾ 1-2 വേർഡ്സ് ചോദിക്കുമായിരിക്കും. ബട്ട് അങ്ങനെ ഒരു സാധ്യതയൊന്നും KS-നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഈ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട് എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ചോദ്യമാണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ആൻസർ ചെയ്ത് പോവാം. സർ, ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ചൈന ഇന്ത്യയിൽ നടത്തി വരുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ സർ? ഒരു കറന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ബുള്ളറ്റ് ട്രെയിൻ അതെല്ലാം ഇപ്പോൾ അത് ഫ്രീസ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണോ പോസ്റ്റ് ഗാൽവാനിൽ, അതോ അത് നിർബാധം തുടർന്നു പോകുന്നുണ്ടോ? ഇന്ത്യയുടെ ചൈനയുമായിട്ടുള്ള ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഈ ബുള്ളറ്റ് ട്രെയിൻ പോലെയുള്ള പ്രൊജക്ടുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറയാമോ സർ? ഓക്കെ. ഈ ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മളിപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇല്ല എന്ന് ഞാൻ പറയില്ല. പല ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിലും നമുക്ക് ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ബുള്ളറ്റ് ട്രെയിനിൽ അവർ നേരിട്ടിട്ട് ഇന്ത്യയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടുള്ള കേസാണ്. നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്ന ഈ അതും തുടങ്ങാം. ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 72% ഇന്ത്യയിലേക്ക് വരുന്നത് ആക്ച്വലി 5 രാജ്യങ്ങളിൽ നിന്നാണ്. അതൊന്ന് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ളത് മൗറീഷ്യസ് ആണ്. രണ്ടാമത്തത് സിംഗപ്പൂർ ആയിരിക്കും. അല്ലെങ്കിൽ ഓർഡർ കറക്റ്റ് അല്ലെങ്കിലും ഈ 5 രാജ്യങ്ങളാണ്: മൗറീഷ്യസ്, സിംഗപ്പൂർ, ജപ്പാൻ, നെതർലാൻഡ്സ്, US. അതിലൊരു ചൈന ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു വലിയ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ അല്ല ചൈന. പക്ഷെ ചൈനയ്ക്ക് ഒബ്വിയസ്ലി ഇന്ത്യയിൽ സ്റ്റേക്സ് ഉണ്ട്. വളരെ എനിക്ക് തോന്നുന്നു ഈ പ്രപ്പോർഷൻ നമ്മൾ ചൈനയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടലി വരുന്ന ഇന്ത്യയിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സിന്റെ മേ ബി ഒരു 0.5% ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് ആ തരത്തിലുള്ളൂ. പക്ഷെ കൺസിഡറബിളി 2014 ശേഷം വലിയ തോതിൽ ഈ ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിൽ കൂടിയിട്ടുണ്ട്. 2020 കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നമ്പർ എക്സാക്ട്ലി കറക്റ്റ് അല്ല, ബട്ട് അറൌണ്ട് ഒരു 4 to 5 ബില്യൺ US$ ആണ് അപ്രോക്സിമേറ്റ്ലി ഇന്ത്യയിൽ നിന്ന് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. രണ്ടാമത് ഇന്ത്യ കാണുന്ന ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂസിലേക്ക് ഞാൻ വരാം. പക്ഷെ അതിന് ഞാൻ കോർപ്പറേറ്റ് വേൾഡ് പറഞ്ഞു നോക്കാം. ഇന്ത്യയിൽ യൂണിക്കോൺ കമ്പനികൾ എന്ന് പറയും, 1 ബില്യൺ വാല്യൂഷനുള്ള മൂല കമ്പനികൾ. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 18ഓളം ഇന്ത്യൻ യൂണിക്കോൺസിൽ 30 to 35 യൂണിക്കോൺസ് ആണ് ഇന്ത്യയിലുള്ളത്. അതിൽ 18ഓളം ഈ മാർക്കറ്റ് ഡീൽ ചെയ്യുന്ന യൂണിക്കോൺസിൽ ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് ആക്ച്വലി. ബട്ട് നേരിട്ട് ചൈന എന്ന് പറയരുത്, ഇറ്റ് ഈസ് ത്രൂ സിംഗപ്പൂർ, ഹോങ്കോങ് എന്നുള്ള റൂട്ടിലായിരിക്കും. ബട്ട് എന്നിരുന്നാലും ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള 14 ശേഷം ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിൽ കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ കോർപ്പറേറ്റ് സെക്ടറിൽ ഈ പറഞ്ഞ യൂണിക്കോൺ കമ്പനികളിലൊക്കെ തന്നെ 18ഓ 20ഓ കമ്പനികളിൽ ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ ബിഗ് ബാസ്ക്കറ്റ്, ആലിബാബയുടെയാണ് ബിഗ് ബാസ്ക്കറ്റ്. ആക്ച്വലി ആലിബാബയ്ക്കാണ് ഇന്ത്യയിൽ സ്റ്റേക്സ് ഉള്ളത്. അതിൽ Paytm, സ്നാപ്ഡീൽ, സൊമാറ്റോ, ബൈജു,
ഹൈക്ക്, സ്വിഗ്ഗി, മേ ബി ഫ്ലിപ്കാർട്ടിൽ ഇപ്പം ഇല്ല, ഓല, പോളിസി ബജാർ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിലൊക്കെ തന്നെ ഏകദേശം ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. പക്ഷെ പല രീതിയിലാണ് വരിക. അതുകൊണ്ടാണ് നമുക്കൊരു ഇത്തരത്തിലുള്ള കാര്യം. രണ്ട്, ഇന്ത്യൻ ഈ പറഞ്ഞതുപോലെ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ അടുത്തൊരു വലിയ ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉള്ളത് ഇന്ത്യൻ ബാങ്കിങ് ഇൻഡസ്ട്രിയിലാണ്. എനിക്ക് തോന്നുന്നു HDFCയുടെ ഹൗസിംഗ് ഫിനാൻസ് കോർപ്പറേഷനിൽ ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഏകദേശം ഒരു HDFCന്റെ 1% സ്റ്റേക്സ് ചൈനയുടെ കയ്യിലാണ്. ചൈന മീൻസ് ചൈനീസ് കമ്പനികളുടെ കയ്യിലാണ്. അതൊരു കാര്യമുണ്ട്. ബട്ട് നമുക്ക് എന്താണെന്നറിയോ, നമുക്കിത് വെർച്വലി ബാൻ ചെയ്യാൻ കഴിയില്ല. ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒരിക്കലും ഇന്ത്യയിലേക്ക് വരരുതെന്ന് പറയാൻ കഴിയില്ല. ഈ കഴിഞ്ഞ ജാനുവരിയിൽ നടന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഇന്ത്യ ചൈന അല്ലെങ്കിൽ ഇന്ത്യ ട്രേഡ് പോളിസിയുടെ അനാലിസിസിൽ ചൈന ഡീപ്ലി കൺസേൺസ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സിന് അവർ ചൈനയ്ക്കെതിരെ കൊടുക്കുന്ന റെസ്ട്രിക്ഷൻസിന്റെ മുകളിൽ. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിലൊന്നും ഇപ്പൊ പൊതുവെ ചൈനീസ് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതൊക്കെ തന്നെ ഒരു എന്താ പറയുക, ഒരു വേൾഡ് ട്രേഡ് ഓർഡറിന്റെ ഭാഗമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കൺസേൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. തേർഡ്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നിങ്ങൾ ചോദിച്ചതുപോലെ ഇന്ത്യൻ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഈ എന്താ പറയുക സെക്ടറിൽ അത് ഏകദേശം എന്താ പറയുക ഒരു സ്റ്റാൻഡ് സ്റ്റില്ലാണ് എന്ന് പറയേണ്ടി വരും. നമ്മുടെ ഫോറിൻ ട്രേഡ് 45ഓളം ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്, നമ്മളൊരു 150 ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസ് ആണ്. നോട്ട് ഈ വേർഡ്സ് കറക്റ്റ് അല്ല, 150-160 ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസ് ആണ് നമുക്ക് ചൈനയിൽ നിന്ന് കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഈ പോസ്റ്റ് ഗാൽവാൻ പീരീഡിന് ശേഷം ഏറെക്കുറെ എന്താ പറയുക ക്ലിയർ ആയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. നമ്മളുടെ കഴിഞ്ഞ ഈ ഹ്യൂമൻ ഹോം മിനിസ്ട്രിയാണ് ഇത്തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും ക്ലിയർ ആയിട്ടില്ല എന്നുള്ള എനിക്ക് തോന്നുന്നു. അതായത് ഈ പറഞ്ഞ പ്രോജക്റ്റുകളൊക്കെ ഒന്നില്ലെങ്കിൽ സ്റ്റാൻഡ് സ്റ്റില്ലാണ്, ഇല്ലെങ്കിൽ അതിലൊരു ഫൈനൽ ഡിസിഷൻ കൊണ്ടുവന്നിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു കേസ്. ബട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ്സിലൊന്നും ഇപ്പൊ ചൈനയെ ഉൾക്കൊള്ളിക്കേണ്ട എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു എന്താ പറയുക ഒരു ലൈൻ ഓഫ് തോട്ട് പ്രോസസ്. നമ്മളെ വിഴിഞ്ഞം പോർട്ടിന്റെ കേസിലാണെങ്കിൽ പോലും ഏറെക്കുറെ എന്താ പറയുക ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് വന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അതെന്തായാലും ഒരു സ്റ്റാൻഡ് സ്റ്റിൽ അവസ്ഥയിലാണ് എന്നുള്ളതാണ്. പക്ഷെ അതല്ലാതെ ഇപ്പൊ നമ്മൾ എന്താ പറയുക മധ്യപ്രദേശില് എനിക്ക് തോന്നുന്നു ലിയോഗോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൈനീസ് ലോകത്തിലെ 10th ലാർജസ്റ്റ് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് മാനുഫാക്ചർ ആണ് ഇവർക്ക് മധ്യപ്രദേശിലെ പിത്താംപുരയിൽ ഒരു വലിയ പ്ലാന്റ് ഉണ്ട്. അതൊക്കെ നടക്കുന്നുണ്ട്. ഈ സിമിലർലി ചൈന റെയിൽവേ റോളിംഗ് സ്റ്റോക്ക് കോർപ്പറേഷൻ CRRC ഒരു സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസ് ആണ്. ഇതില് ഈ നാഗ്പൂർ മെട്രോയുടെ 10 വർഷത്തേക്കുള്ള കോച്ചസ് ഇവരാണ് സപ്ലൈ ചെയ്യുന്നത്. പുതിയ കൊൽക്കത്ത മെട്രോയിലെ സപ്ലൈ ഇവരാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇപ്പോഴും പോകുന്നുണ്ട്, നടക്കുന്നുണ്ട്. ബട്ട് ഈ പറഞ്ഞ എന്താ പറയുക ഈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ ചൈന നേരിട്ടിട്ട് എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ആ ഒരു പദ്ധതി എന്തായാലും എൻ്റെ ലിസ്റ്റിലില്ല. ബട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളിലും ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് നേരിട്ടിട്ട് ഞാൻ പറഞ്ഞില്ല, നേരിട്ടിട്ട് ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സിന് സ്റ്റൈലുണ്ട്. അതായത് ചൈന ഗവൺമെന്റ് നേരിട്ടല്ല കൊണ്ടുവരിക, ത്രൂ കമ്പനീസ് ആണ് വരുന്നത്. അതുകൊണ്ട് കമ്പനീസ് വഴി വരുന്ന ചില ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിൽ എപ്പോഴും പോകുന്നുണ്ട്. ബട്ട് ഒറ്റ കാര്യം ഉറപ്പാണ്, നമ്മുടെ സ്ട്രാറ്റജിക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട് സ്വീകരിക്കുന്നില്ല. ഈ പോർട്ടുകളുടെ നവീകരണം, റോഡുകളുടെ നവീകരണം, നമ്മളുടെ എയർപോർട്ടുകളുടെ നവീകരണം, നമ്മളുടെ ബോർഡർ ഏരിയാസിലെ റോഡുകളുടെ നവീകരണം, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ചൈനീസ് കമ്പനികൾ ഉണ്ട്. ടെലകോം അതിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നൊക്കെ പിൻവലിഞ്ഞിട്ടുണ്ട്. ബട്ട് ഇൻഫ്രാസ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ള ഈ കോച്ച് സപ്ലൈ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകൾ സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ
പോകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സിങ് ഗ്രൂപ്പിന്റെ ഒരു കർണാടകയിലേക്കുള്ള ഒരു ഇന്ത്യയിലെ പല കമ്പനികളും സിങ്ജിയാങ് ഗ്രൂപ്പിന്റെ ഒക്കെ ഒരു സ്റ്റീൽ മാനുഫാക്ചറിംഗ് ഒക്കെ ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിൽ പ്രശ്നമൊന്നുമില്ല. ഈ സ്ട്രാറ്റജിക് സൈഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സിൽ ഇന്ത്യ അത്രത്തോളം ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സിന് ഇപ്പോൾ പോസിറ്റീവ്ലി കാണുന്നില്ല, പ്രത്യേകിച്ച് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂസിലും ടെലകോമിലും. Is it okay? ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണ്? സർ ഹലോ സർ, യെസ്. ഈ ചൈന പാകിസ്ഥാൻ കോപ്പറേഷൻ കൗണ്ടർ ചെയ്യാൻ ഇന്ത്യക്ക് എടുക്കാൻ പറ്റുന്ന മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് സാറിന് പറയാൻ പറ്റും? ഈ നിങ്ങളുടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിനെ ബേസ്ഡ് ആണോ, അതോ ഈ ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നൊരു പുതിയ ഒരു ആക്സ് ഡെവലപ്പ് ചെയ്യുന്നതിൽ പ്രോബ്ലം ആണ്, അതാണോ ചോദ്യം? അതോ അവരുടെ ആ എക്കണോമിക് സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് എങ്ങനെയാണ്, അതാണോ ഇക്വേഷൻ നിങ്ങൾ ചോദിച്ചത്? സാർ, ഞാൻ ഉദ്ദേശിച്ചത് പൊളിറ്റിക്കൽ എക്കണോമിക്സ് ഹോൾ ഗാമറ്റിലുള്ള കോപ്പറേഷൻ ആണ്. വേൾഡ് ബോഡി ഉൾപ്പെടെ ഇന്ത്യക്കെതിരെയുള്ള UN ഉൾപ്പെടെയുള്ള നടപടികൾ. ഒന്ന് രണ്ട് കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞതില്. ഈ ഇന്ത്യൻ മാധ്യമങ്ങള് വലിയ രീതിയിൽ ഒരു ചൈന പാകിസ്ഥാൻ ആക്സസ് ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വേൾഡ് മീഡിയ പലപ്പോഴും അങ്ങനെ ഒരു പ്രൊജക്ഷൻ കൊടുക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കാരണം എന്താ പറയാ, കേട്ടില്ല. ഒന്ന് രണ്ട് മൂന്ന് നിങ്ങൾ ആരോപിച്ചു ചോദ്യം ചോദിച്ചത് ഞാൻ ആരും ചോദിച്ചിട്ടില്ലല്ലോ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് എന്താ പറയുക, നമുക്കൊരു മൂന്ന് വാദമായിട്ട് പറയാം. ഒന്ന്, ഒരു കോമൺ എനിമീനെ നേരിടാൻ വേണ്ടി അവർ ഒന്നിക്കുക, നമുക്കൊരു ആ ഒരു ആംഗിളിൽ പറയാം. രണ്ട്, ഈ ചൈന ഏറെക്കുറെ പാകിസ്ഥാൻ അവരെ സൈഡിൽ നിർത്തുന്നത് നമുക്കറിയാം. ഈ ചൈനയില് പ്രൊവിൻസ് കാൾ ജിൻജിയാങ്. അവിടെ ചൈനയ്ക്കൊരു ചൈനീസ് മൈനോറിറ്റി അല്ലെങ്കിൽ ചൈനീസ് മൈനോറിറ്റി മുസ്ലിംസ് ഉള്ള ഒരു ഏരിയയാണ് ഉയ്ഗൂർ മുസ്ലിംസ്. ഇതിനെ പലപ്പോഴും ഈ 80കളുടെ അല്ലെങ്കിൽ 70കളുടെ ആദ്യ കാലഘട്ടങ്ങളിൽ വലിയ തോതിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്തിരുന്നത് പാകിസ്ഥാനാണ് ഉയ്ഗൂർ മൂവ്മെന്റ്സിന്, നേരിട്ടല്ല, താലിബാൻ വഴി. അത് ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് കൂടെ ചൈനയ്ക്ക് ഉണ്ടെന്നാണ് പല എക്സ്പേർട്സും പറയുന്നത്. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഉയ്ഗൂർ മൂവ്മെന്റ് ഈ പറഞ്ഞ പോലെ അവിടുത്തെ റാഡിക്കൽ അവരുടെ ചൈനീസ് ഇൻഫ്ലുവൻസ് ഉയ്ഗൂറിൽ വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഉയ്ഗൂർ ഇഷ്യൂ ചൈന ഏറെക്കുറെ നേരിട്ടത് പാകിസ്ഥാനെ ഈ ഫിനാൻഷ്യൽ ആംഗിളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കാനാണ്. കൊണ്ടുവന്നപ്പോഴും പാകിസ്ഥാന്റെ ഒട്ടുമിക്ക എല്ലാ ഫോർഹൻഡ് വരുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം തന്നെ ഉയ്ഗൂർ മൂവ്മെന്റ് മറന്ന പോലെയാണ്. ഈവൻ അവരെ ജമാഅത്ത് ഉദ്വ പോലെയുള്ള റാഡിക്കൽ ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് പോലും ഉയ്ഗൂർ ജനതയെ കുറിച്ച് വലിയ തോതിൽ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഉയ്ഗൂർ മൂവ്മെന്റിനെ ഒന്ന് ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് രണ്ടാമത് ചൈന അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് കൂട്ടിയത്. മൂന്നാമത്, ചൈന കാണുന്നത് ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ഏറെക്കുറെ കാണുന്നത് മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആയിട്ടാണ്. ചൈനയുടെ ഈ വൺ ബെൽറ്റ് വൺ റോഡ് ഇനീഷ്യേറ്റീവില് ചൈന ഏറെക്കുറെ ഓക്കെ,
അവരുടെ ഈ 1 Belt 1 ഇനീഷ്യേറ്റീവ് 2 രീതിയിലാണ് പോവുക. ഒന്ന് ത്രൂ പാകിസ്ഥാനും ഒന്ന് ത്രൂ അഫ്ഗാനിസ്ഥാനുമാണ്. അപ്പൊ അതുകൊണ്ട് ആ 2 രീതിയിലും പാകിസ്ഥാനെ അവർക്ക് ഒരുമിച്ച് നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ഘടകങ്ങളാണ് ഏറെക്കുറെ പാകിസ്ഥാനെയും ചൈനയെയും ഒരുപോലെ ചിന്തിപ്പിക്കാനുള്ള സാധ്യത. ഇത് നിങ്ങളെ ചോദിച്ചതിലേക്ക് ഇത് എന്ത് എഫക്റ്റാണ് ഇന്ത്യക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, ഡെഫിനറ്റ്ലി ഇന്ത്യക്ക് തലവേദനയായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. കാരണം ഇങ്ങനെ ഒരു ആക്സസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കഴിഞ്ഞ 30 കൊല്ലമായിട്ട് നമുക്ക് വൺ ഫ്രണ്ട് വാറാണ്. അതായത് നമ്മളുടെ യുദ്ധമുഖം എന്ന് പറയുന്നത് പാകിസ്ഥാൻ മാത്രമാണ്. നമ്മൾ ഏറെക്കുറെ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സും എല്ലാം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് പാകിസ്ഥാനിലേക്കുമാണ്. ഏറെക്കുറെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ ബേസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്കിനി 2 ഫ്രണ്ട് വാർ നേരിടേണ്ടി വരും. കാരണം ചൈനയും ഇന്ത്യയും ഒരു നേരിട്ട് ഒരു എന്താ പറയുക സ്കിമ്മിഷ് വരാനുള്ള സാധ്യതയുള്ളൂ. ഒരു വാറിലേക്കോ ഒരു ബാറ്റിലേക്കോ ഒന്നും പോവില്ല. പക്ഷെ എന്നാലും നമ്മൾ ഈ സൈഡിൽ നമ്മൾ വിജിലന്റ് ആയിരിക്കേണ്ടി വരും. നമ്മളെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നമ്മൾ ഇതിലും ഫോക്കസ് ചെയ്യേണ്ടി വരും. അത് വലിയൊരു ഫിനാൻഷ്യൽ ബേർഡൺ ഇന്ത്യക്ക് കൊണ്ടുവരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതൊരു പ്രോബ്ലമാണ്. 2, ഇതൊരു ത്രെഡ് പോളിസി ആയിട്ട് മാറും. അതായത് ഒരു ഇന്റേണൽ ഇഷ്യൂ പാകിസ്ഥാനിൽ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഏറെക്കുറെ ചൈന ഇന്ത്യനെ റിയാക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. അത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കാണാൻ കഴിയുക 17-ാം തീയതി അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ ഭരണം അവിടെ വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിന്റെ സമ്മേളനം അർജന്റ് മീറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യ എന്നത് ജയശങ്കർ ഇന്ത്യയുടെ തിരുമൂർത്തി ഇന്ത്യയുടെ പെർമനന്റ് റെപ്രസെന്റേറ്റീവ് ടു UNSC തിരുമൂർത്തി ആയിരുന്നു അത് ഗൈഡ് ചെയ്ത് മീറ്റിംഗ് ഹാൻഡിൽ ചെയ്തിരുന്നത്. സോ UNSC മെമ്പർ ആവാത്ത പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു സമ്മതം ചോദിച്ചു വെദർ അവർക്ക് കൂടെ അഫ്ഗാനിസ്ഥാൻ ഇഷ്യൂ ചർച്ച ചെയ്തുകൊണ്ട് വന്നോട്ടെ എന്നുള്ളത്. ബട്ട് തിരുമൂർത്തി അപ്പം തന്നെ പറഞ്ഞു കാരണം UNSC മെമ്പർ ആവാത്ത രാജ്യത്തിന് അങ്ങനെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളൊരു ജനറൽ ഇത് തള്ളി. അതിനെ ശക്തമായിട്ട് ആദ്യം എതിർത്തത് ചൈനയാണ്. അപ്പോൾ ഗ്ലോബൽ ഫോറത്തില് ഇവരൊരു എന്താ പറയുക ഒരു കൺസോളിഡേറ്റഡ് ഒരു സേ എടുക്കാനുള്ള സാധ്യത ഇന്ത്യക്കെതിരെ ഇനി കാണാതിരിക്കാൻ കഴിയില്ല. അപ്പൊ അതൊരു ഇഷ്യൂ ആയിട്ട് മാറും. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു വ്യാപ്തി കിടക്കുന്നത്. മൂന്നാമത്തത് ബട്ട് യുഎസിന്റെ ഒരു സ്റ്റാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്നിക്കലി യുഎസും ജപ്പാനും ഓസ്ട്രേലിയ നമ്മളെ ക്വാഡ് ഗ്രൂപ്പ് ഏകദേശം അവരുടെ ഏഷ്യൻ പാർട്ട്ണറായിട്ട് ഇന്ത്യയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് 2011 ശേഷം തന്നെ നമുക്ക് ആ വ്യക്തമായ സ്വാധീനം ഇന്ത്യൻ പോളിസീസിൽ കാണാൻ കഴിയും. ഇനി അത് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു വെർച്വൽ എക്സാമ്പിൾ പറയാം. പെന്റഗണില് നമുക്കറിയാം അമേരിക്കയുടെ പെന്റഗണില് ഇന്ത്യക്ക് ഒരു വാർ റൂം ഉണ്ട് ആക്ച്വലി വിച്ച് സ്റ്റാർട്ടഡ് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ എന്നുള്ളത് പോയറ്റിക്കലാണ്. ബട്ട് നെക്സ്റ്റ് സീക്വൻസ് ആഫ്റ്റർ ബിൻ ലാദന്റെ അബോട്ടാബാദിലുള്ള എൻകൗണ്ടറിന് ശേഷമാണ് ഇങ്ങനൊരു വാർ റൂം ഇന്ത്യയും പെന്റഗണും ചേർന്നിട്ട് പെന്റഗണിൽ വർക്ക് ചെയ്യുന്നത്. ഒരു തിയറട്ടിക്കൽ കമാൻഡാണിത്. ഇന്ത്യയുടെ ഒഫീഷ്യൽസും ഉണ്ട്, ലൈക്ക് അമേരിക്കൻ ഒഫീഷ്യൽസും ഉണ്ട്. ഇത് ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നത് പാകിസ്ഥാൻ ചൈന ആംഗിളിനെയാണ്. അപ്പൊ അതുണ്ട്. ദാറ്റ് ഷോസ് ദാറ്റ് നമ്മളുടെ ഒരു എന്താ പറയുക ഒരു പോളിസിയിൽ നമ്മൾ എത്രത്തോളം US അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഏറെക്കുറെ ഇന്ത്യ ചൈനയെ കൗണ്ടർ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ ആംഗിളിനെ കൗണ്ടർ ചെയ്യുന്നത് ഒരു US ക്ലോസ് അലിയായിട്ട് മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് നമ്മളുടെ ഒരു പ്രൈമറി ഇന്റൻഷൻ ഇപ്പൊ കാണാൻ കഴിയുന്നത്. 2, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്കറിയാം ലോകത്തിൽ വളരെ ഏറ്റവും രസകരമായ കുറെ പാരഡോക്സസ് ഉണ്ട് ഇന്ത്യ US റിലേഷൻഷിപ്പിൽ. വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമാണ് US ഒരു എക്സംഷൻ കൊടുക്കുക. അതിലൊന്ന് ഇന്ത്യയാണ് ആക്ച്വലി. ന്യൂക്ലിയർ ഡീൽ എക്സംഷൻ ആണ്. ഏറ്റവും രസകരമായ കാര്യം നമ്മള് ഒരേ സമയത്ത് നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്നും US കയ്യിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നുള്ളതാണ്. അതാണ് ഇതിൽ ഏറ്റവും പാരഡോക്സ്. സാധാരണ ഇതിൽ അങ്ങനെ സംഭവിക്കത്തേയില്ല. അതായത്
അമേരിക്കയുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ മേടിച്ചാൽ മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റഷ്യയുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ മേടിക്കാൻ കഴിയില്ല. പക്ഷേ S-400 ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ്. അത് നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. US ആക്ച്വലി 2008 വന്നൊരു നിയമം തന്നെയുണ്ട്. നിങ്ങൾ അവരുടെ റഷ്യൻ സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ രാജ്യങ്ങളെ നിങ്ങൾ സാങ്ഷൻ ചെയ്യണമെന്നുള്ളത് അമേരിക്കയിൽ. പക്ഷെ അത് ഇന്ത്യക്കെതിരെ നടക്കാറില്ല. അപ്പൊ അതിൻ്റെ ഒരു ഐഡിയ കാണിക്കുന്നത് നമ്മൾ ചൈന പാകിസ്ഥാൻ ആ ഒരു ആംഗിളിൽ നമ്മൾ കൗണ്ടർ ചെയ്യുന്നത് നമ്മൾ ഏറെക്കുറെ നമ്മളൊരു അമേരിക്കൻ അലയായിട്ട് ഒരു ഞാൻ പറയുന്നത് ഒരു നാറ്റോയിലെ മെമ്പർ ഒന്നാവാനുള്ള സാധ്യതയല്ല പറയുന്നത്, ഞാൻ പറയാം അങ്ങനെയാണ് കാണുന്നത്. രണ്ട്, നമ്മളിപ്പോ ഈ 2014 ശേഷം ഈ വലിയ രീതിയിൽ നമ്മൾ എക്സ്പോർട്ട്സ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്. അതൊരു പോസിറ്റീവ് അപ്രോച്ചായിട്ട് പറയാൻ പറ്റും നമുക്ക് എക്കോണമിയിൽ. കാരണം 2014 ശേഷമാണ് നമ്മൾ ഏറെക്കുറെ യൂറോപ്യൻ യൂണിയനിലേക്ക് നമ്മളുടെ എക്സ്പോർട്സ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നത്. ആദ്യമൊക്കെ നമ്മളുടെ എക്സ്പോർട്സ് ഈ ഗൾഫ് മേഖലകൾ, അമേരിക്കൻ മേഖലകൾ ഏറെക്കുറെ നമ്മൾ അങ്ങോട്ടാണ് പോയിരുന്നത്. ഇന്ന് പ്രത്യേകിച്ച് ജർമ്മനി, ഫ്രാൻസ്, UK, ബെൽജിയം, സ്വീഡൻ, നോർവേ ഇങ്ങോട്ടൊക്കെ നമ്മൾ എക്സ്പോർട്സിനെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഡൈവേഴ്സിഫിക്കേഷന് കാരണം നമുക്ക് ഈ പറഞ്ഞ ഈ ചൈനയെയും പാകിസ്ഥാനെയും കൗണ്ടർ ചെയ്യുക എന്നുള്ളതിലാണ്. രണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് മാനുഫാക്ചറിങ് ഈ സീക്വൻസിൽ നമുക്ക് ചൈനീസ് പ്രൊഡക്റ്റുകളുടെ ആവശ്യം എത്ര ഉണ്ട് എന്നുള്ളത്. അത് ഒരു പരിധി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ മറ്റ് രാജ്യങ്ങൾ, എക്സാമ്പിൾ വിയറ്റ്നാം, ഫിലിപ്പീൻസ്, മലേഷ്യ, ബ്രൂണൈ, തായ്ലാൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ റോ മെറ്റീരിയൽ സ്വീകരിക്കുന്നുണ്ട്. സൗത്ത് കൊറിയ, ജപ്പാൻ കുറച്ച് കോസ്റ്റ് കൂടുതലാണെങ്കിലും പല ഇന്ത്യൻ കമ്പനീസും ചൈനീസ് കണക്ഷൻ വിട്ടിട്ട് ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അത് കൗണ്ടർ ചെയ്യാനാണ് അവര്. ഇനി നേരിട്ട് കൗണ്ടറിങ് നടക്കുന്നത് ശ്രീലങ്കയിലും മാലദ്വീപിലുമാണ്, അതിൽ നേപ്പാളിലുമാണ്. അതിൽ ഏകദേശം മാലദ്വീപിലും നേപ്പാളിലും ഇന്ത്യൻ പോളിസി വിജയം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മാലദ്വീപൻ ഗവൺമെന്റ് അത്രത്തോളം ചൈന ഫോക്കസ്ഡ് അല്ല, ഒരു ഇന്ത്യ ഫോക്കസ്ഡ് ആണ്. നേപ്പാൾ ആണെങ്കിൽ കഴിഞ്ഞ 2 വർഷം ഈ ഒലി ഗവൺമെന്റ് ഉള്ള സമയത്ത് ഒരു വളരെ വെർച്വലായിട്ട് കാണായിരുന്നു അവരുടെ ചൈനീസ് ഇൻഫ്ലുവൻസ്. ബട്ട് കഴിഞ്ഞ 2 മാസം മുന്നേ ഒലി റിസൈൻ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി പുതിയത് വരാൻ പോകുന്ന സർക്കാർ ഒരു ഇപ്പൊ നിൽക്കുന്ന അവിടെ കെയർടേക്കർ PM ആയിട്ടുള്ളത് ഒരു ഇന്ത്യൻ വംശജനല്ല, ബട്ട് അദ്ദേഹത്തിന്റെ ഒരു ആംഗിൾ ഇന്ത്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് സ്വാധീനമുള്ള ഒരു ഗവൺമെന്റ് വരാനുള്ള സാധ്യത നേപ്പാളിലുണ്ട്. അപ്പൊ ആ 2 സ്റ്റാൻഡിലും നമ്മൾ ഈ ചൈന ആംഗിളിൽ നമ്മൾ വലിയ രീതിയിൽ കൗണ്ടർ ചെയ്തിട്ടുണ്ട്. ബട്ട് നമ്മളുടെ നടക്കാതെ പോയൊരു കൗണ്ടറിങ് ശ്രീലങ്കയിലാണ്. ശ്രീലങ്കയിൽ നമ്മളുടെ എല്ലാ എക്സ്പെരിമെന്റ്സും പരാജയപ്പെട്ടു. വീണ്ടും അവിടെ ഒരു സിംഹളീസ് മെജോറിറ്റി ഉള്ള ഗവൺമെന്റ് വരികയും അതും ഏറെക്കുറെ ചൈനീസ് ഇൻഫ്ലുവൻസിലാണത്. അതൊരു ഇഷ്യൂ ആണ്. നാലാമത് മ്യാൻമാർ കേസിൽ നമുക്കറിയാം, നമ്മൾ ആങ് സാൻ സൂചിയായിട്ട് ഇന്ത്യക്ക് വലിയ റിലേഷൻഷിപ്പ് ഉണ്ട്. അവർ പഠിച്ചത് ഇന്ത്യയിലാണ്, അവർക്ക് ഇന്ത്യയായിട്ട് ഒരുപാട് കണക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും മ്യാൻമാറിലൊരു പട്ടാള അട്ടിമറി വന്നപ്പോൾ ഇന്ത്യ വലിയ തോതിൽ മ്യാൻമാർ മിലിറ്ററി എതിർത്തില്ല. അതും കാണിക്കുന്നത് അത് അങ്ങനെ എതിർക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണുന്നത് മ്യാൻമാർ മിലിറ്ററിയുടെ ഏക സപ്പോർട്ട് എന്ന് പറയുന്നത് ചൈനയാണ്. ഏക സപ്പോർട്ട്, അവരുടെ ആംസ് ആണെങ്കിലും അവരുടെ ട്രെയിനിങ് ആണെങ്കിലും എല്ലാം തന്നെ ഒരു ചൈനീസ് ഇൻഫ്ലുവൻസിലാണ് പോകുന്നത്. അപ്പോൾ പൂർണ്ണ തോതിൽ നമ്മൾ മ്യാൻമാറിനെ എതിർക്കുകയാണെങ്കിൽ അവരുടെ ചൈനീസ് ഹാൻഡിലേക്ക് കംപ്ലീറ്റ്ലി പോകും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഒരു എക്സിസ്റ്റന്റ് ഒരു സർവൈവൽ മെത്തേഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ഏറെക്കുറെ മ്യാൻമാറിന്റെ മിലിറ്ററി ഗവൺമെന്റ് അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയും ഒരു കൗണ്ടർ മെക്കാനിസം പോകുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ. പക്ഷെ കൗണ്ടർ ചെയ്യാൻ പറ്റാത്തത് സെൻട്രൽ ഏഷ്യ. ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഒരു 10-1 ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യക്ക് സെൻട്രൽ ഏഷ്യയിൽ ഇല്ല. അതുകൊണ്ട് അവിടെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിലൊക്കെയാണ് നമ്മൾ ചൈന പാകിസ്ഥാൻ ഈ എന്താ പറയുക ഒരു ആക്ഷൻ നമ്മളെ കൗണ്ടർ ചെയ്യുന്നത്. ദെൻ വലിയ രീതിയിൽ നമ്മൾ ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്, വലിയ രീതിയിൽ. അതിപ്പോ റഫേൽ ജെറ്റുകളുടെ കേസിൽ നമ്മൾ വാങ്ങിച്ചു കൂട്ടി. ഈ ഫ്രാൻസിൽ നമ്മൾ പ്രോജക്ട് സ്കോർപ്പിയൻ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു 14 സബ്മറൈൻസ് കൊണ്ടുവരുന്നുണ്ട്. റഷ്യയുടെ S-400, ഗാൽവാന് ശേഷം നമ്മൾ
ഈ ചൈനീസ് ബോർഡറിൽ കംപ്ലീറ്റ് ഇപ്പൊ നമ്മൾ സ്വിസ് റൈഫിൾസ് ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. നമ്മളെല്ലാം ബെൽജിയം അവിടുന്ന് റൈഫിൾസ് നമ്മൾ വലിയ തോതിൽ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ദെൻ നമ്മൾ ഇനി പറഞ്ഞു കേൾക്കുന്നത് നമ്മൾ C-17s ഇനിയും നമ്മൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി സിമിലർലി നമ്മൾ F-30 നമ്മളുടെ റഷ്യൻ സുഖോയ് പുതിയ സുഖോയുടെ 28i വേർഷൻസും 35 വേർഷൻസും നമ്മൾ വാങ്ങിക്കുന്നുണ്ട്, 5th ജനറേഷൻ വാങ്ങിക്കുന്നു പറയുന്നുണ്ട്. അതൊക്കെ തന്നെ ഒരു സ്റ്റേജ്. അപ്പൊ അതുകൊണ്ട് ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുക, ട്രേഡിൽ ഇക്വേറ്റ് ചെയ്യിപ്പിക്കുക, കോമ്പീറ്റിംഗ് പാരാമീറ്റേഴ്സിൽ നമ്മൾ ആഫ്രിക്കയിൽ കൗണ്ടർ ചെയ്യിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയുടെ ഏരിയ ഫോക്കസ് പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഏകദേശം നമ്മൾ അവരെ കൗണ്ടർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചൈന പാകിസ്ഥാൻ ഒക്കെ നമ്മൾ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ആ ഏരിയ നിങ്ങൾക്ക് ഇനിയും സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഇതില് ഞാൻ തുടക്കത്തിൽ വന്നത് ഒരു റെഫ്യൂജി ഇക്വേഷൻസിലേക്കാണ്, റെഫ്യൂജി പ്രോബ്ലം എന്നുള്ളതിലേക്കാണ്. ഇങ്ങനൊരു ചർച്ച രണ്ട് രീതിയിലാണ് നമ്മൾ തുടക്കത്തിൽ കൊണ്ടുവരുന്നത്. ഒന്ന്, നമ്മളിങ്ങനൊരു പോളിസി ഇല്ല എന്ന് നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യ അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടത് മ്യാൻമാറിലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, രോഹിംഗ്യൻ അഭയാർത്ഥികൾക്കെതിരെ മ്യാൻമാർ നടത്തിയ ഒരു വംശീയ കൂട്ടകൾക്ക് ശേഷമാണ്. ബംഗ്ലാദേശിലൂടെ ഒരുപാട് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യ ഏറെക്കുറെ ഒരു കഴിഞ്ഞ മട്ടായിരുന്നു. നമ്മൾ അത്തരത്തിലുള്ള റെഫ്യൂജീസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് വെർച്വലി പറഞ്ഞു കളഞ്ഞു. അത് അന്ന് എക്സ്പേർട്സ് അതിനെ ഡീൽ ചെയ്തത് ഇന്ത്യക്ക് അങ്ങനെ റെഫ്യൂജി പോളിസി ഇല്ല, പിന്നെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് സത്യമാണ്, ഇന്ത്യക്ക് അങ്ങനെ ഒരു റെഫ്യൂജി പോളിസി ഇല്ല. ബട്ട് പോളിസി ഇല്ലെങ്കിൽ പോലും നമ്മളൊരു അക്കോമഡേറ്ററി സ്റ്റാൻഡ് എടുത്തിരുന്നു. നമ്മൾ പാകിസ്ഥാനിലാണെങ്കിൽ പോലും നമ്മൾ റിലീജിയൻ നോക്കാതെ തന്നെ നമ്മൾ റെഫ്യൂജീസ് അക്സെപ്റ്റ് ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു, നടക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ എനിക്ക് തോന്നുന്നു പല റിപ്പോർട്ടുകളും ഈ റീസെന്റ് പറയുന്നത് ഏകദേശം 15,000-നടുത്ത് അഫ്ഗാനിസ്ഥാൻ പൗരന്മാര് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം പോസിബിൾ ആണ് എന്നറിയില്ല, ബട്ട് അത്രത്തോളം സാധ്യതയുണ്ട് പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് ഇൻഫ്ലുവൻസ് കൂടുതലായിരിക്കും. ദെൻ ശ്രീലങ്കയിൽ നിന്ന് തമിഴൻസ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു മൈഗ്രേറ്ററി ഇന്ത്യ ഒരു കുറച്ച് സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ രാജ്യം ആയതുകൊണ്ട്, പൊളിറ്റിക്കലിയും എക്കണോമിക്കലി ആയതുകൊണ്ട് ഈ നൈബറിംഗ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു മൈഗ്രേഷൻ വരുന്നുണ്ട്. ബട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ സ്പിരിറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും ഈ കറണ്ട് റെഫ്യൂജി ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫ്ലെഡ്ജ്ഡ് ഒരു റെഫ്യൂജി പോളിസി അനിവാര്യമാണ്. അതെങ്ങനെയാന്നുള്ളതാണ് ഈ ഒരു ആംഗിള്. രണ്ടാമത്, എങ്ങനെയാണ് ഇന്റർനാഷണലി നമ്മൾ ഈ റെഫ്യൂജീസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. അതിന് യുണൈറ്റഡ് നേഷൻസ് റെഫ്യൂജി കൺവെൻഷൻ ഉണ്ട്. അത് 1951 കൺവെൻഷനാണ്. നമ്മളിതിനെ ജനീവ കൺവെൻഷൻ എന്നും പറയാറുണ്ട്. ഇത് ഒരു മൾട്ടിലാറ്ററൽ ട്രീറ്റിയാണ് ടു പ്രൊട്ടക്ട് ആ റെഫ്യൂജീസ് റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതിലാണ്. ഇതിലാണ് നമ്മൾ ഏറെക്കുറെ എന്താ പറയുക, നമ്മളുടെ ആരാണ് റെഫ്യൂജി എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കുന്നത്. അവരുടെ ഹോം റീജിയൻസും രാജ്യങ്ങളിലും അവരുടെ ഒരു പെർസിക്യൂഷൻ ഫീൽ ചെയ്തിട്ട് ഒരു റേസിന്റെ അടിസ്ഥാനത്തിലോ റിലീജിയൻ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സോഷ്യൽ ഗ്രൂപ്പിലെ മെമ്പർ ആയതുകൊണ്ടോ ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ എക്സ്പ്രസ് ആയതുകൊണ്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് അവരുടെ ജന്മരാജ്യത്ത് ഒരു ഹൗണ്ടിങ്ങിന് വിധേയമാവുന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഒരു റെഫ്യൂജി എന്നുള്ള രീതിയിൽ മറ്റു രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, വരാം. പക്ഷെ ഇതിൽ എക്സെപ്റ്റഡ് പറഞ്ഞിട്ടുണ്ട് വാർ ക്രിമിനൽസിന് ഈ റെഫ്യൂജി സ്റ്റേറ്റസ് കൊടുക്കാൻ കഴിയില്ല. ഈ കൺവെൻഷൻ ബേസിക്കലി ഈ ജനീവ കൺവെൻഷൻ ടെക്നിക്കലി ഈ വാർ ക്രിമിനൽസിന്റെ കേസിൽ ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് കൊടുക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുക.
ഈ രണ്ടാമത് ഈ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് യുണൈറ്റഡ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലാണ് ആദ്യമായിട്ട് ഒരു ഈ ആർട്ടിക്കിൾ 14 വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 14 ആണ് ഈ റൈറ്റ് ടു പേഴ്സൺ ടു സീക്ക് അസിലം ഫോർ എ പെർസിക്യൂഷൻ ഇൻ അതർ കൺട്രി, റൈറ്റ് ടു ബി റെഫ്യൂജി എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഇന്റർനാഷണൽ കൺവെൻഷൻസ്. ഈ രണ്ടെണ്ണമാണ് ആക്ച്വലി. ഒന്ന് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ, റെഫ്യൂജി കൺവെൻഷനും, രണ്ട് ഞാൻ ഈ പറഞ്ഞ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സുമാണ്. സിമിലർലി 1951 ശേഷം ഒരു പെർട്ടിക്കുലർ ഏജൻസി ലോകത്തിൽ വന്നിട്ടുണ്ട്. അത് യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് ആണ്, UNHCR. ഇത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം വന്നതാണ്. ഈ യൂറോപ്യൻസ് പല യൂറോപ്യൻ നഗരങ്ങളിലും ഉണ്ടായിരുന്ന അന്നത്തെ ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ എന്താ പറയുക, ഒന്ന് ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് UNHCR ആദ്യത്തത്. രണ്ടാമത് ഈ പിന്നെന്താ പറയുക, there is something called GRF. GRF is Global Refugee Forum. GRF എന്നാണ് പറയുക. ഇത് ഈ യുണൈറ്റഡ് നേഷൻസ് UNHCRയുടെയും ഈ സ്വിസ് ഗവൺമെന്റിന്റെയും ഒരു കൊളാബറേഷനാണ്. ഈ ലോകത്ത് ആ റെഫ്യൂജി ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ എങ്ങനെ ആയിരിക്കണം, അതിന്റെ റെസ്പോൺസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫോറമാണ് GRF. ഇനി റെഫ്യൂജി സിറ്റുവേഷൻ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതാണ്, ഇന്ത്യ ഡസ് നോട്ട് ഹാവ് എ സെപ്പറേറ്റ് സ്റ്റേറ്റസ് ഫോർ റെഫ്യൂജീസ്. അതായത് ഒരു പെർട്ടിക്കുലർ രാജ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു റീജിയനിൽ നിന്നോ നമുക്ക് ഇന്ന റെഫ്യൂജീസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും എന്ന് നമ്മൾ പറയുന്നില്ല. അപ്പൊ നിങ്ങൾ US ഒക്കെ നോക്കുകയാണെങ്കിൽ US ക്ലിയർ കട്ട് റെഫ്യൂജി സ്റ്റേറ്റസ് ഉണ്ട്. അത് കൃത്യമായിട്ട് അവരുടെ ബോർഡർ ലാൻഡ് സെക്യൂരിറ്റി വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പറയും നമുക്ക് ഇപ്പൊ കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, പാകിസ്ഥാൻ, അത് ഇന്ത്യ അല്ല, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും അവർക്ക് റെഫ്യൂജി സ്റ്റേറ്റസ് സീക്ക് ചെയ്യാം. ദേ കൻ അപ്ലൈ. നമ്മളൊരു വിസ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് അവിടെ നിന്ന് അപ്ലൈ ചെയ്യാം. കറക്റ്റ് അതിന്റെ കാരണങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കണം, റെഫ്യൂജി അക്സെപ്റ്റേഷൻ കൊടുക്കും. നമുക്ക് അങ്ങനെ ഒരു പ്രക്രിയ ഇല്ല. നമ്മൾ കേസ് ബൈ കേസ് ആണ് നമ്മളുടെ കേസ്. ഒരു പ്രത്യേക റീജിയനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിലോ നമുക്കൊരു സ്റ്റേറ്റസ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കേസ് ബൈ കേസ് മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ നമ്മൾ കാണുക. രണ്ടാമത് ഇന്ത്യയുടെ ഒരു അടുത്ത പ്രധാനപ്പെട്ട പ്രോബ്ലം ഈ 1951 ഈ റെഫ്യൂജി കൺവെൻഷനിൽ ഇന്ത്യ സിഗ്നേറ്ററി അല്ല എന്നുള്ളതാണ്. സിമിലർലി 1967 വന്ന ഈ റെഫ്യൂജി സ്റ്റേറ്റസ് പ്രോട്ടോകോളും ഇന്ത്യ സിഗ്നേറ്ററി അല്ല. അതാണ് ഒരു പ്രശ്നമുള്ളത്. ബട്ട് ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ഒക്കെ തന്നെ ഇന്ത്യ സിഗ്നേറ്ററി ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം നമ്മൾ അപ്ലിക്കബിൾ ആകുമെന്നുണ്ടെങ്കിലും ഏറെക്കുറെ നമ്മൾ ഈ ഗ്ലോബൽ കൺവെൻഷൻസിന്റെ ഭാഗമല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ത്യ വളരെ ജനറസ് ആയിരുന്നു ഞാൻ ഈ പറഞ്ഞ അസ്ലം സീക്കേഴ്സുമായിട്ട്. നമ്മൾ ഏകദേശം ഇന്ത്യയിൽ ഒരു 65,000-അടുത്ത് ശ്രീലങ്കൻ തമിഴൻസ് ഇന്ത്യയിലുണ്ട്. 100,000-അടുത്ത് ടിബറ്റൻസ് ഇന്ത്യയിലുണ്ട്. അതൊക്കെ തന്നെ ഒരുപാട് പഴയ കണക്കാണ്. അവരുടെ കുട്ടികളുടെ കുട്ടികളൊക്കെ ആയിട്ട് നമ്പേഴ്സ് ഒരുപാട് കൂടുതലാണ്. ബട്ട് എന്നാലും നമ്മൾ നേരിട്ട് ഇവരെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഈ നമ്മൾ എന്താ പറയുക, ഈ ഒരു ക്രൈസിസ് നമ്മൾ ഫേസ് ചെയ്തത് റോഹിംഗ്യൻ ഇഷ്യൂസിലാണ്. നമുക്കൊരു ക്ലിയർ കട്ട് ആ റീജിയൻസ് എന്നുള്ള അഭയാർത്ഥികളെ നമ്മൾ സ്വീകരിക്കുന്നതിൽ ഒരു ക്ലിയർ കട്ട് ഒരു ഓക്കെ.
നമ്മൾ വലിയ തോതിലുള്ള ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്തത് ഈ മ്യാൻമാർ എന്നുള്ള റെഫ്യൂജീസിനെ നമ്മൾ സ്വീകരിച്ചപ്പോഴാണ് നമ്മൾ അവിടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കി. പക്ഷെ ആ കേസിൽ നമ്മൾ ഒഫീഷ്യലി നമ്മൾ ഏകദേശം ഒരു 14,000 അഭയാർത്ഥികൾ നമ്മൾ സ്വീകരിച്ചായിരുന്നു. ബട്ട് ഏറെക്കുറെ എല്ലാ തരത്തിലുള്ള NGOസും പറയുന്നത് 50,000-ന് മുകളിൽ രോഹിംഗ്യൻ അഭയാർത്ഥികൾ ഇന്ത്യയിൽ ഇല്ലീഗലി ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു റെഫ്യൂജി പോളിസി ഇല്ലെങ്കിൽ അതിന്റെ പ്രോബ്ലം എന്നുള്ളത്? നമുക്കറിയാം, ഈ റെഫ്യൂജീസ് പറഞ്ഞ മനുഷ്യരാണ്, അവർക്ക് അവകാശങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ അവർ ഫോറിനേഴ്സ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് റൈറ്റ്സ് ലിമിറ്റഡ് ആയിരിക്കും, സംശയമൊന്നും വേണ്ട. എന്നിരുന്നാൽ പോലും ഈ അത്തരത്തിലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ബേസിക് റൈറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടാവുമല്ലോ. അതെന്തൊക്കെയാണ് എന്നുള്ളതിൽ ഇന്ത്യയിൽ വ്യക്തതയില്ല. രണ്ട്, ഈ അമേരിക്കയിൽ യൂറോപ്പിലേക്കൊക്കെ നമ്മൾ ഈ അഭയാർത്ഥികളായിട്ട് പോകുന്ന ആളുകൾക്കൊക്കെ വ്യക്തതയുണ്ട്. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ജോലികൾ ചെയ്യാം, അവർക്ക് എന്തെല്ലാം പ്രൊട്ടക്ഷൻസ് ഉണ്ട്, അവരുടെ എക്കണോമിക്കൽ സ്റ്റെബിലിറ്റി ആ രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക, അവർക്ക് എങ്ങനെയാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേരാൻ കഴിയുക, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വ്യക്തതയുണ്ട്. ഒരു ക്ലിയർ കട്ട് റെഫ്യൂജി പോളിസി ഉണ്ടെങ്കിൽ നമ്മുടെ കേസിൽ, നമ്മുടെ ഈ കേസ് ബൈ കേസ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ രാജ്യങ്ങളിൽ വന്നായിരുന്ന ആളുകൾക്കൊക്കെ തന്നെ എന്ത് തരത്തിലുള്ള റൈറ്റ്സ് ആണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് ഈ വ്യക്തതയില്ലായ്മയാണ് നമ്മളുടെ ഈ റെഫ്യൂജി പോളിസിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം. ഇപ്പൊ നമുക്കൊരു കൃത്യമായ രീതിയിൽ റെഫ്യൂജി പോളിസി ഇല്ലെങ്കിൽ ഈ വരുന്ന റെഫ്യൂജികൾക്ക് വേണ്ട ബേസിക് റൈറ്റ് കിട്ടുന്നുണ്ടോ, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സാവകാശം ഇന്ത്യയിലുണ്ടോ, അവരുടെ ജീവിത സ്റ്റൈൽ എവിടെയാണ് ജീവിക്കുന്നത്, വെള്ളം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവരുടെ കാര്യങ്ങളെ കുറിച്ചൊരു വ്യക്തത വരും. ഈ വ്യക്തത ഇല്ലാത്തതാണ് നമുക്കൊരു ക്ലിയർ കട്ട് റെഫ്യൂജി പോളിസി ഇല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ. അതാണ് ഈ നമ്മളുടെ ഒരു റെഫ്യൂജി പോളിസിയുടെ ഏറ്റവും വലിയ കാര്യം. പിന്നെ എന്താ പറയുക, ഇതിന് ഒരു കൺസിക്വൻസസും ഉണ്ട് കേട്ടോ. കാരണം റെഫ്യൂജികളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മളൊരു 140 കോടിയുള്ള വലിയ ജനമാണ്. അതിലേക്ക് ഈ എക്സ്റ്റേണൽ ആളുകളെ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ഫിനാൻഷ്യൽ വയബിലിറ്റി എന്താവും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഏറെക്കുറെ ഫിനാൻസ് മാറ്റി നിർത്താം. ഈ ഒരു സോഷ്യൽ കൺസിക്വൻസസ് റെഫ്യൂജികളുടെ ലോകത്ത് പല സ്ഥലങ്ങളിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോ നമുക്കറിയാം, ഈ സിറിയൻ ഇറാഖ് ഇഷ്യൂ വന്നപ്പോൾ യൂറോപ്പിലേക്ക് വലിയൊരു തരത്തിലുള്ള ഒരു ഫ്ലക്സ് ഓഫ് മൈഗ്രൻസ് ഉണ്ടായിരുന്നു. നമ്മൾ TV-കളിലും ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് ആ കാര്യം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഈ സോഷ്യൽ കൺസിക്വൻസ് ആണ് കൂടുതൽ. ഇത് പലപ്പോഴും ഇവർ ചെല്ലപ്പെടുന്ന രാജ്യങ്ങളിൽ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇൻഡിജിനിയസ് പീപ്പിളിലേക്കാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇവർ വന്ന് ചേക്കേറുന്നത്. അതിൻ്റെ ഒരു സ്പെസിഫിക് എക്സാമ്പിൾ ആണ് അസം. അസം ഒരു സ്പെസിഫിക് നമ്മൾ പഠിക്കേണ്ട കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല, അസമില് ആസാമീസ് ഭാഷ മൈനോറിറ്റിയാണ്. ബംഗാളിയാണ് അത് മെജോറിറ്റി. ഇപ്പോൾ അത് പലപ്പോഴും അസാമികൾ പറയുന്നത് അത് ഇന്ത്യൻ ബംഗാളീസ് അല്ല, ഇത് ബംഗ്ലാദേശിൽ നിന്ന് ഇല്ലീഗലി മൈഗ്രേറ്റ് ചെയ്ത ആളുകളാണ് എന്നുള്ളത്. അപ്പൊ ഈ ഇന്ത്യാജീനിയസ്ലി അവരുടെ ആ സോഷ്യൽ സ്ട്രക്ചറിനെ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഈ റെഫ്യൂജീസ് വരുന്ന കാര്യം പ്രശ്നമാക്കുന്നുണ്ട്. ഇനി നമുക്കറിയാം, ഇപ്പോ ടിബറ്റൻസ് എന്നൊക്കെ വന്ന് നമുക്ക് ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ബംഗാളിൽ നിന്നും അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നും റോഹിംഗ്യൻസ് ഒക്കെ വന്ന് താമസിക്കുന്ന ആളുകളെ ഇല്ലീഗലി ആണ് വന്നതെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനൊന്നും ചെയ്യാൻ കഴിയില്ല. അതൊരു വലിയ ഒരു ഡൊമസ്റ്റിക് ഒരു ഇന്റർണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആയിട്ട് ഭാവിയിൽ മാറുന്നുണ്ട്. അപ്പൊ ചോദിക്കും, ഇതെങ്ങനെ പോളിസി ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളത് പറയാൻ പറ്റും. ഒരു കൃത്യ പോളിസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് നിയമം ഉണ്ടാവും ഇന്ത്യയിൽ. അപ്പോൾ ഒരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വിദേശത്തു നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള റെഫ്യൂജി കാർഡ് കൊടുക്കാം,
അവരുടെ ബയോമെട്രിക് സാധനങ്ങൾ സ്വീകരിക്കാം. ഇപ്പോ ഏറെക്കുറെ അതൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് എത്ര പേര് ഇന്ത്യയിൽ ഇല്ലീഗലി മൈഗ്രൻസ് ഉണ്ട് എന്നുള്ളതിന്റെ കണക്ക് പോലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വ്യക്തത ഇല്ല എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്തെ പെർമിറ്റിംഗ് ഇഷ്യൂ ഒരു എക്കണോമിക്കൽ വയബിലിറ്റി ആണ്. കാരണം ഇവര് വന്നു കഴിഞ്ഞാൽ ഇവരെന്താണെങ്കിലും എന്താ പറയാ, ഈ ഒരു എക്കണോമിക്കൽ സീൻ ഉണ്ടാവുമല്ലോ ഇപ്പോൾ അതിന്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് പലപ്പോഴും ഇഷ്യൂ തന്നെയാണ്. സ്റ്റേറ്റ് ആണ് എല്ലാം കൊടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഒരു 5 ലക്ഷം റെഫ്യൂജീസിന്റെ മുകളിലേക്ക് ഇന്ത്യയിലേക്ക് ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞാൽ വലിയ തോതിൽ അത് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇഷ്യൂ എന്ത് ചെയ്യും, വലിയ തോതിൽ ബാധിക്കും. പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് ഓൾറെഡി ഉണ്ട്. ഇനി ഏറ്റവും അത്യാവശ്യമായ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്? ഒന്ന്, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റെഫ്യൂജി പോളിസി ഇന്ത്യ ക്രിയേറ്റ് ചെയ്യണം. 2, നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ ഈ SC/ST ഒക്കെ ഉണ്ട്, അതുപോലൊക്കെ തന്നെ നമ്മളൊരു നാഷണൽ മൈഗ്രേഷൻ പോളിസി ക്രിയേറ്റ് ചെയ്യണം. സിമിലർലി നമുക്കൊരു നാഷണൽ ഇമിഗ്രേഷൻ കമ്മീഷൻ അത് ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. നമുക്കൊരു കോംപ്രിഹെൻസീവ് നമുക്ക് നാഷണൽ റെഫ്യൂജി പോളിസിയും വേണം. ദെൻ നമ്മളുടെ ഫോറിനേഴ്സ് ആക്ട്, എക്സിസ്റ്റിംഗ് ഉള്ള ആക്ടാണ് ഫോറിനേഴ്സ് ആക്ട്, ഇത് അമെൻഡ് ചെയ്യണം. അമെൻഡ് ചെയ്യാന്ന് മാത്രമല്ല, അതിൽ പുതിയ തരത്തിലേക്കുള്ള ഈ റെഫ്യൂജി സ്റ്റേറ്റസ് കൊടുക്കുന്നത് എങ്ങനെയാണ്, അതുമായിട്ടുള്ള ലീഗൽ ഇഷ്യൂസ് ഒക്കെ തന്നെ എന്ത് ചെയ്യണം, അതിൽ അസോസിയേറ്റ് ചെയ്യിപ്പിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇന്ത്യയുടെ റെഫ്യൂജി പോളിസി വളരെ ഒരു സ്ട്രെങ്തൻ ലെവലിലേക്ക് നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക. Are you okay with migrant refugee policy ഒക്കെ ഓക്കെ ആണോ? വേറെ എന്തെങ്കിലും ക്ലാരിറ്റി അതിൽ കൊണ്ടുവരേണ്ടതുണ്ടോ? ഇതിലൂടെയൊക്കെ ചോദിക്കാം. അതിൽ നമ്മളിങ്ങനെ ഒരു 1 വേ ക്ലാസ് പോകുന്നതിൽ നമുക്കൊരു അർത്ഥമില്ല. സർ, ഇത് റെഫ്യൂജിയുമായുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ താലിബാൻ അഫ്ഗാനിസ്ഥാൻ കൈയടക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റ് നാഷൻസിൽ എങ്ങനെ ഉണ്ടാവും, അത് കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതൊന്ന് പറയാമോ സർ? ഈ താലിബാൻ ഇഷ്യൂ ഇന്ത്യനെ ഏറെക്കുറെ എങ്ങനെ ബാധിക്കുക എന്നാണ് അറിയേണ്ടത്, അതോ? അതെ സാർ, ഇന്ത്യ പൊതുവിലും പ്രത്യേകിച്ച് കേരളീയര്, മലയാളികള്, കേരളൈറ്റ്സ് കൂടുതലുണ്ടല്ലോ, അപ്പൊ അവരെ എങ്ങനെ ബാധിക്കും? അത് നമ്മളെ എക്കണോമിക്കലിയും അവരുടെ തിരിച്ചുവരവ്, റിപ്പാട്രിയേഷൻ, അപ്പൊ അതൊന്ന് വിശദീകരിക്കാമോ? ഇതില് അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അത് കണ്ട് നമുക്ക് ഇപ്പൊ അതിനെ കുറിച്ചിട്ടൊരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് പറയാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു സ്റ്റാൻഡ് എങ്ങനെയാണെന്നുള്ളത് എപ്പോഴും ഡിഫൈൻഡ് അല്ല താലിബാൻ ഇഷ്യൂല്ല. അതായത് നമ്മൾ ഇവരെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള പോലും വ്യക്തതയില്ല. ഇനി അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എങ്ങനെ അംഗീകരിക്കുന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ പറയുന്നത് ഒരു ടെറർ ഒരു ഗ്രൂപ്പ് ആണെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ താലിബാനെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് പോലും നമുക്കൊരു
ഒരു ക്ലിയർ കട്ട് വ്യക്തത ഇല്ല എന്നുള്ളതാണ്. രണ്ട്, ഈ ഇന്ത്യ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഈ ലോകരാജ്യങ്ങളൊക്കെ എന്താ പറയാ ഇതിനെങ്ങനെയാണ് ഇനി കാണുന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും. അപ്പൊ അതാണ് രണ്ട്, ഈ അതാണ് നമ്മൾ ഇന്ത്യ വെയിറ്റ് ചെയ്യുന്നത്. ലോകരാജ്യങ്ങളൊക്കെ ഇങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഇപ്പൊ നമുക്കുള്ളത്. ഒരു സെക്കൻഡ്, ഞാനൊന്ന് ചാർജ് കുത്തിക്കോട്ടെ. രണ്ട്, ഈ നമ്മളുടെ ഈ അതാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അടുത്ത ഇനി ഇന്ത്യയുടെ എഫക്റ്റ് എന്താന്നുള്ളത്, അതൊന്ന് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങള് ഇതെങ്ങനെ ഈ ഇഷ്യൂവിനെ കാണുന്നത് പോലെ ഇരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോഴും സൗദി ഗവൺമെന്റും UAE ഗവൺമെന്റും അല്ലെങ്കിൽ ഒട്ടുമിക്ക മിഡിൽ ഈസ്റ്റിലെ ഗവൺമെന്റും ഖത്തർ ഒഴിച്ച് ബാക്കി ഒരു രാജ്യങ്ങളും താലിബാനെ വ്യക്തമായിട്ട് അംഗീകരിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിൽ നമുക്ക് മിഡിൽ ഈസ്റ്റ് എന്നുള്ള ഒരു ഇഷ്യൂ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇപ്പൊ മറികടക്കാൻ പറ്റും. പക്ഷെ ഭാവിയിൽ താലിബാന്റെ ആ പുതിയ പത്രസമ്മേളനമൊക്കെ കാണുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണ് താലിബാൻ പുറത്ത് കൊടുക്കുന്നത്. ഇനി റിയാലിറ്റി എന്താന്നുള്ള സംശയമാണ്. അപ്പൊ താലിബാൻ കുറെയൊക്കെ അവരുടെ ഈ ഫോറിൻ റിലേഷൻഷിപ്സിൽ ഒരു സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് ഈ താലിബാൻ ഇഷ്യൂവിനെ കാണുന്നതെന്ന് പോലെ ഇരിക്കും ഇന്ത്യയിലെ കൂടുതൽ എഫക്ട്, പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റിൽ. കേരളത്തിലേക്ക് ഇതിന് നമുക്ക് ഡയറക്റ്റ്ലി ബന്ധിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഒരു റാഡിക്കലൈസേഷൻ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അത് ഈ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് നടക്കുന്ന ഈ IASുമായി ബന്ധപ്പെടുത്തി കിടക്കുന്ന സ്ലീപ്പർ സെല്ലുകളൊക്കെ പിടിക്കുന്നതിൽ നിന്ന് എങ്ങനെ വന്നാലും ലിങ്ക് കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള റാഡിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് ഒബ്വിയസ്ലി കേരളത്തിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ റാഡിക്കലൈസേഷൻ എഫേർട്സിൽ ഒരു പക്ഷെ പോസിറ്റീവ്ലി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒബ്വിയസ് ആയിട്ട് കേരള സൊസൈറ്റി കണ്ട് തന്നെ അതിനെ നേരിടേണ്ടി വരും. അതൊരു സാധ്യതയാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ISുമായി ബന്ധപ്പെട്ട കേസുകളിൽ ബഹുഭൂരിപക്ഷം കേസുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേരളത്തിലാണ്. അപ്പൊ ആ ഒരു ഒരൊറ്റ എക്സ്റ്റെന്റ് കോസ് കൂടി നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ താലിബാന്റെ അവരുടെ അഗ്രസീവ് ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാനിലെ നേച്ചർ ഒരുപക്ഷെ കേരളത്തിലെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പോസിറ്റീവ്ലി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് സംശയമൊന്നുമില്ല. രണ്ട്, ഇനി ഇന്ത്യയുടെ അടുത്തൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഏറെക്കുറെ ഈ അഫ്ഗാനിസ്ഥാൻ സ്വതന്ത്ര അവരുടെ റിപ്പബ്ലിക് ഒരു ഭരണമായിരുന്ന സമയത്ത് ഏറെക്കുറെ പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാന്റെ മുകളിൽ ഒരു ഹാൻഡ് ഇല്ലായിരുന്നു. അവരുടെ ആ പ്രധാനപ്പെട്ട ബോർഡറുകളിൽ, പ്രത്യേകിച്ച് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസിന്റെ ബോർഡേഴ്സിൽ
ഈ പറഞ്ഞ ആ ലേഔട്ടിൽ പാകിസ്ഥാൻ ഇൻഫ്ലുവൻസ് കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ള ഈ അഫ്ഗാനിസ്ഥാന്റെ മേഖലകളിലേക്ക് പാകിസ്ഥാൻ നേരിട്ട് ഇൻഫ്ലുവൻസ് ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യ വിരുദ്ധ ഈ ടെറർ പ്ലോട്ടുകളും ക്യാമ്പുകളും ഒക്കെ ഒരു പക്ഷേ ഇനി അഫ്ഗാനിസ്ഥാനിൽ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പാകിസ്ഥാൻ നമുക്ക് നേരിട്ട് ബ്ലെയിം ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ ഇന്ത്യ പെട്ടിട്ടുണ്ട്. അത് ഇനി കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇനി അതെങ്ങനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും എന്നുള്ളത്. 3, നമ്മളിപ്പോൾ പാകിസ്ഥാനെ ഏറെക്കുറെ നമ്മൾ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ അവരുടെ മുകളിലുള്ള എന്താ പറയുക, അവരുടെ ഗ്രേ ലിസ്റ്റ് പെടുത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ ഒരുമാതിരിപ്പെട്ട ഫിനാൻഷ്യലി ക്രഞ്ചായി കിടക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം FATF കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്നും പാകിസ്ഥാന് കൃത്യമായി പാലിക്കാൻ പറ്റില്ല. ഇനി അത് പാലിക്കാൻ ഒരുപക്ഷെ പാകിസ്ഥാന് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ FATF പറഞ്ഞിരിക്കുന്ന ഓർഗനൈസേഷന്റെ ബേസുകളൊക്കെ ഒരുപക്ഷെ താലിബാന്റെ സഹായത്തോടു കൂടി താലിബാനിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ആ ഒരു സമയത്തിൽ പാകിസ്ഥാൻ ഏറെക്കുറെ ക്ലീൻ ആവും ആ FATFന്റെ റൂൾസിന് വേണ്ടിയിട്ട്. അതും പ്രശ്നമാണ്. പാകിസ്ഥാനിലേക്ക് എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റ്സ് വന്നാൽ അത് ഇന്ത്യനെ വീണ്ടും നെഗറ്റീവ്ലി ബാധിക്കും. ഇങ്ങനെ ബാധിക്കാം. ഫോർത്ത് ഫ്രണ്ട് എന്ന് പറയുന്നത് പ്യുവർലി സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ്. അതായത് ഇവരുടെ താലിബാന്റെ ഐഡിയോളജിക്കൽ ബേസിൽ വലിയ മാറ്റവും സംഭവിച്ചിട്ടില്ല. മുല്ല ഉമർ മരിച്ചു എന്നല്ലാതെ താലിബാന്റെ മേജർ ലീഡർഷിപ്പിൽ വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ എൻ്റെ അഭിപ്രായത്തിൽ ഈ താലിബാന്റെ റാഡിക്കൽ ഇസ്ലാം ചിന്താഗതിയിൽ ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ഒബ്വിയസ്ലി ഇന്ത്യൻ സെക്യൂരിറ്റി ഇഷ്യൂസിലേക്ക് സഹായിക്കില്ല. അപ്പോൾ ഇന്ന് തന്നെ വന്നിരിക്കുന്ന അവരുടെ ഒരു പുതിയ ഒരു റെസ്പോൺസിൽ പറയുന്നത് അവര് ഇന്ത്യയായിട്ടുള്ള എല്ലാ ട്രേഡ് ഇക്വേഷൻസും ഇന്നലോട് കൂടി അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അതൊരു ക്ലിയർ മെസ്സേജാണ് ഇന്ത്യക്ക്. കാരണം ഇന്ത്യ ഇന്ന് രാവിലെ നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ അമേരിക്കയിൽ ഒരു ഡയലോഗിൽ പറഞ്ഞത് അഫ്ഗാനിസ്ഥാനില് താലിബാന്റെ മാത്രം ഭരണമാണെങ്കിൽ ഇന്ത്യ താലിബാൻ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അത് ഇന്ത്യ അങ്ങോട്ട് കൊടുത്തൊരു മെസ്സേജാണ്. ആ മെസ്സേജ് റെസ്പോണ്ട് ചെയ്തത് ഇത്തരത്തിലുള്ള ഇന്ത്യ ട്രേഡ് ഇക്വേഷൻസ് ഫുള്ളി പാകിസ്ഥാനിലൂടെ സ്റ്റോപ്പ് ചെയ്യാനാണ്. സോ അതൊരു ക്ലിയർ മെസ്സേജാണ് ഇന്ത്യക്ക്. ഐദർ നിങ്ങൾ ഡിറ്റർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ അവര് എന്താ പറയുക അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഏറെക്കുറെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഇഷ്യൂ നമുക്ക് അത്ര നന്നാവില്ല. ഇനി കേരളത്തിലേക്കുള്ള ഒരു വ്യാപ്തി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. കേരളത്തിൽ ഈ റാഡിക്കൽ ഇസ്ലാം ചിന്താഗതിയുള്ള ആളുകളുണ്ട്. അത് എല്ലാവരും ചിന്താഗതിയുള്ള ആളുകളും കേരളത്തിൽ ഉണ്ടാവാറ കാര്യം. അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ആംഡ് ഒരു പോസിബിൾ സ്ട്രഗിൾ കൊണ്ട് രാജ്യത്തെ തടയാമെന്നുള്ള ചിന്താഗതി ഇവിടെയും വളരാനും അതൊരു പക്ഷെ നമ്മളെ ഒരുപാട് യൂത്തുകളെ ആ ഒരു രീതിയിൽ ചിന്തിപ്പിക്കാനും ഒരു പക്ഷെ ഈ ഒരു താലിബാൻ ഇഷ്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത്. ഇനി മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയണം. അവിടുത്തെ ഒരു രാജ്യവും ഖത്തർ ഒഴിച്ച ഒരു രാജ്യവും ആസ് ഇഫ് നൗ താലിബാൻ അംഗീകരിച്ചിട്ടില്ല. 96 സമയത്താണെങ്കിൽ ലോകത്തിലെ 3 രാജ്യങ്ങളാണ് താലിബാൻ അംഗീകരിച്ചിരുന്നത്. ഒന്ന് UAE, ഒന്ന് പാകിസ്ഥാൻ, ഒന്ന് ഖത്തർ. വേറെ രാജ്യവും ഇല്ല. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇപ്പൊ നടന്നിരിക്കുന്ന കറണ്ട് ഇഷ്യൂല് താലിബാൻ എത്ര രാജ്യങ്ങളെ ഇത്തരത്തിൽ അംഗീകരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അത് അംഗീകരിക്കാത്തോളം നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഇഷ്യൂ കേരളത്തിലുണ്ടാവില്ല. അത് ഈ പറഞ്ഞ റാഡിക്കൽ ചിന്താഗതിനെ മാറ്റാൻ സാധ്യത ഉണ്ടെന്നല്ലാതെ മറ്റു കാര്യങ്ങളിൽ ഒരു സംശയമാണ്. പക്ഷെ ഏറെക്കുറെ ഈ പാകിസ്ഥാൻ, ചൈന, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ആക്സസ് വന്നു കഴിഞ്ഞാൽ 90കളിൽ 95-ലൊക്കെ ഉണ്ടായ പല കാര്യങ്ങളും പക്ഷെ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതിലെനിക്ക് ഒരു സംശയമൊന്നുമില്ല. നിങ്ങൾക്കെല്ലാം അറിയുന്ന കുറെ കാര്യങ്ങളാണ്. അതിലേക്ക് ഞാൻ പല കാര്യങ്ങളിലേക്ക് ഞാൻ പറയുന്നില്ല, പക്ഷെ സംഭവിക്കാം.
സർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഹലോ സർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. പറഞ്ഞോളൂ. സർ, ഈ കേൾക്കുന്നുണ്ട്, കേരളം ഒരു ഐസിസ് റിക്രൂട്ട്സിനുള്ള ഹോട്ട് ബെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നെന്നും ഇവിടെ സ്ലീപ്പർ സെൽസ് എന്നും ഒരു ലോക്നാഥ് ബെഹ്റ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടും ഒരു സെക്യുലർ ബാക്ക് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളാണ് ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്? അതിന്റെ ഒരു റീസൺ ആയിരിക്കും സർ. ഞാൻ എക്സാക്ട് ആൻസർ ചെയ്യാൻ ഞാനൊരു അത്തരത്തിലെ ചിന്തിച്ചത്. പക്ഷെ ഞാനതിന്റെ ഒരു ഗ്ലോബൽ സിനാരിയോ പറയാം. പലപ്പോഴും നമ്മൾ ഇന്ത്യ സെക്യുലർ ആണ് എന്നുള്ളതൊക്കെ പറയും. പക്ഷെ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ കഴിഞ്ഞ ഈ സിറിയൻ വാറിൽ അല്ലെങ്കിൽ ISISന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് വന്നിരിക്കുന്ന സിറിയ ഇറാഖ് ആ വാറിൽ ISISന്റെ ആ ഒരു വേവില് ഏറ്റവും കൂടുതൽ വേണ്ടി ISന് വേണ്ടി പോരാളികളായിട്ടുള്ളത് യൂറോപ്പിൽ നിന്നാണ്. അവരുടെ റീജിയൻ കഴിഞ്ഞാൽ അതിൽ ഈ പല യൂറോപ്യൻ, എക്സാമ്പിൾ ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, UK, US, ഈ സിറ്റിസൻസ് ആണ് ഏറ്റവും കൂടുതൽ നേരിട്ട് ISന് വേണ്ടി ഒരു ഫോറിൻ ഫൈറ്റേഴ്സ് ആയിട്ട് വന്നത്. അതുകൊണ്ട് ഈ ഒരു റാഡിക്കലൈസേഷന് വിദ്യാഭ്യാസവും സെക്യുലർ ചിന്താഗതിയും എത്ര തന്നെ ഉണ്ടായാലും അതുകൊണ്ട് ഇതിനെ മറികടക്കാൻ പറ്റും എന്നെനിക്ക് വിശ്വാസമില്ല. ഇത് നമ്മൾ എത്ര സെക്യുലർ ആയിട്ടുള്ള ഒരു രാജ്യമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചില റാഡിക്കൽ ചിന്താഗതിയുള്ള ആളുകൾ ഉണ്ടാവും എന്നുള്ള വാസ്തവം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത്രയും രാജ്യം എക്സാമ്പിൾസ് പറയുന്നത്. നിങ്ങൾക്കൊരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടാവും. ആ കേസ് ഇപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് UK നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്കറിയില്ല. ഈ സിറിയൻ എക്സ്പാൻഷൻ, സിറിയൻ IS വന്ന സമയത്ത് UK-ന്ന് ഒരു 6 പെൺകുട്ടികൾ, ആ കുട്ടികൾക്ക് അന്ന് 16-17 വയസ്സേ ഉള്ളൂ. അവര് ഈജിപ്ത് വഴി അവര് സിറിയയിൽ വന്നിട്ട് അവിടുത്തെ സിറിയൻ ഫൈറ്റേഴ്സിനെ കല്യാണം കഴിച്ചു. അത് മാത്രമല്ല, ആ 6 കുട്ടികളുടെയും അതിൽ 2 കുട്ടികൾ മരിച്ചുപോയി. 4 കുട്ടികളുടെ ഭർത്താക്കന്മാരും മരിച്ചു. എല്ലാവരും, ആ കുട്ടികൾ മാത്രം ഒറ്റയ്ക്കായി. അവർക്കിപ്പോ കുട്ടികളുണ്ട്, ആ പെൺകുട്ടികൾക്ക് ഇപ്പോൾ കുട്ടികളുണ്ട്. തിരിച്ച് അവര് UK-യിലേക്ക് വരാൻ വേണ്ടി അവര് തിരിച്ച് ഒരു അപ്പീൽ കൊല്ലം കൊടുത്തു. UK സുപ്രീം കോടതി തള്ളുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ അർത്ഥം അവര് 6 കുട്ടികളും they were converted into Islam. They were Christians basically. And they were very secular. UK നമ്മളെക്കാളും സെക്യുലർ ചിന്താഗതിയുള്ള രാജ്യമാണ്. അപ്പൊ വിദ്യാഭ്യാസവും സെക്യുലറിസവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും റാഡിക്കലൈസേഷൻ അത്തരത്തിലുള്ള ഒരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഞാൻ വളരെ സത്യമായിട്ട് ബിലീവ് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നത് ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ റാഡിക്കലൈസേഷന് വിധേയമാക്കുന്നതിനേക്കാൾ എളുപ്പം ഇത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേറ്റഡ് ആളാക്കുക എന്നുള്ളതാണ്. കാരണം അതാണ് കാണുന്നത്. പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് പോയ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും US നിന്നൊക്കെ പോയ പെൺകുട്ടികളാണെങ്കിൽ പോലും they are well educated. It seems to be like that, and it is quite easy to convert them rather than uneducated fellows. അത് ഇനിയൊക്കെ ഇതിന് സൈക്കോളജി പഠിക്കാനേ വേണം. കാരണം എന്ത് തോട്ട് പ്രോസസ് ആണ് അതിലേക്ക് ലീഡ് ചെയ്യുന്നുള്ളതിൽ ഒരു ഐഡിയ ഇല്ല എനിക്ക് സത്യം പറഞ്ഞാൽ. അത് പൈസയാണോ, ഇനി മേ ബി ആ റാഡിക്കലൈസേഷന്റെ അവര് പറഞ്ഞു പഠിപ്പിച്ച ആ ഒരു സ്റ്റോറി വിശ്വസിച്ച് പോവുകയാണോ എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. പക്ഷെ ഇറ്റ് ഈസ് ഹാപ്പനിങ്. അതുകൊണ്ടൊരു സെക്യുലർ, എനിക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നത് ഒരു സെക്യുലർ ആയിട്ടുള്ള രാജ്യമാണെന്ന് കൊണ്ടോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഒരു പ്രൈമറി ഉള്ള രാജ്യം ആയതുകൊണ്ടോ നമുക്ക് ഈ റാഡിക്കലൈസേഷനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. അത് സംശയമില്ല. കാരണം അത് ഈ ലോകരാജ്യങ്ങളിൽ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഇന്റേണൽ ഇഷ്യൂസ് നമ്മൾ കാണുമ്പോൾ അതൊന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഐ ഡോണ്ട് ബിലീവ് സെക്യുലറിസവും എഡ്യൂക്കേഷനും നമുക്ക് റാഡിക്കലൈസേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല. രണ്ടാമത് ഒരു റീസൺ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ, ഈ നമ്മൾ ഇന്ത്യ ആണെങ്കിൽ പോലും ഈ പല സ്ഥലങ്ങളിലും ഈ റാഡിക്കലൈസേഷന് വിധേയമാകുന്ന ആളുകൾ ഒരു മൈനോറിറ്റി ഉള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഏറെക്കുറെ വരുന്നത്.
കൺവേർട്ട് ആയിട്ട്. ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ചാൽ ഇപ്പൊ നിങ്ങൾ US നോക്കൂ, US ഇസ്ലാം മതം സ്വീകരിച്ച ആളുകൾ മൈനോറിറ്റിയാണ്, ഇന്ത്യയിൽ മൈനോറിറ്റിയാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് റിലീജിയൻക്കെതിരെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒരു ഇഷ്യൂസ് ആ രാജ്യത്തുണ്ട്, അതിന്റെ റിഫ്ലക്ഷൻ ആണോ കാണുന്നത് എന്നും നമുക്ക് ചിന്തിക്കേണ്ടി വരും. ബട്ട് ഏറെക്കുറെ റീസൺലെസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ പല ആളുകളോട് ഞാൻ സംസാരിച്ച ഈ കാര്യത്തിലൊക്കെ, പക്ഷെ എന്നാലും യഥാർത്ഥമായിട്ടുള്ള ഒരു മോട്ടീവ് ഇതിന്റെ പുറകിൽ എന്താന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം നമുക്ക് അത്ഭുതമാണ് ഇങ്ങനെയാണെന്നുള്ളത്. ബട്ട് ആദ്യം ചോദിച്ച ഉത്തരത്തിന് പറയാം, ഞാൻ ഈ പറഞ്ഞതുപോലെ സെക്യുലറിസം എഡ്യൂക്കേഷൻ ഒന്നും ഈ പറഞ്ഞ റാഡിക്കലൈസേഷൻ മൂവ്മെന്റിനെ ഇല്ലാതാക്കാൻ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ പറ്റുമെന്നില്ല. രണ്ടാമത്തെ കേസിന് ഒരു ക്ലിയർ ആൻസർ ഇല്ല, എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കും അത്ര വലിയൊരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറയാം, ഷെയർ ചെയ്യാം. നിങ്ങൾക്കൊരു വ്യൂ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, എന്തുകൊണ്ടായിരിക്കുക എന്നുള്ളത്. ആർക്കെങ്കിലും ഒന്ന് പറയാൻ ഒരു സാധ്യതയുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു റാഡിക്കലൈസേഷൻ പ്രത്യേകിച്ച് വലിയ ഒരു സെക്യുലർ ചിന്താഗതിയുള്ള ഒരു സ്ഥലത്ത് പോലും ഇത്ര വ്യാപിക്കുന്നത് എന്നുള്ളത് ഒരു ഉത്തരം ആർക്കെങ്കിലും ഉണ്ടോ? ഹലോ സർ, സാറ് പറഞ്ഞതിലൊരു വിയോജിപ്പുള്ളത് നമ്മള് സാറ് എഡ്യൂക്കേറ്റഡ് ആയവരുടെ ഇടയിലാണ് റാഡിക്കൽ ആയിട്ടുള്ളതെന്ന് പറയുന്നു. നമുക്ക് അങ്ങനെ ഒരു കോറിലേഷൻ എത്രമാത്രം അത് സ്ഥാപിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് ഒരു അത്തരത്തിലൊരു കമന്റ് പോലെ പറയാമെങ്കിലും അതിനകത്തൊരു റിയൽ ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ സാർ. ഞാനതൊരു ഒരു അക്കാഡമിക് ആയിട്ട് പറയാൻ കഴിയില്ല. അല്ല, അത് ഞാൻ ഉറപ്പുവരികയാണ്. പക്ഷെ ഞാൻ കേരളത്തിലും ഇന്ത്യയിലും സംഭവിച്ചിരിക്കുന്ന കേസുകളിൽ ഞാൻ ഉറപ്പ് പറയാം, 70% ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ബട്ട് മറ്റുള്ള കേസുകളിൽ എനിക്ക് വ്യക്തതയില്ല. ബട്ട് കേരളത്തിൽ പിടിച്ചിരിക്കുന്ന സ്ലീപ്പർ സെൽസുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ they are well educated. കൺവേർട്ട് ആയവരും they are well educated. മറ്റുള്ളതിനെ കുറിച്ച് ഐ ഡോണ്ട് ഹാവ് എനി അക്കാഡമിക് സ്കോപ്പ് എനിക്ക് പറയാൻ കഴിയില്ല. തിരിച്ച് മറ്റേ കേസ്, അതായത് ഞാൻ പറഞ്ഞ US എന്നും UK എന്നൊക്കെ പോയ ആളുകളാണെങ്കിലും they too are well educated. അത് മാത്രമല്ല they belongs to a well, ഒരു എന്താ പറയാ, ഒരു വെൽ ഓഫ് ഫാമിലി എന്നുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വാട്ട് ഈസ് ദ മോട്ടീവ് എന്നുള്ളത് ടെക്നിക്കലി നോ ഐഡിയ. പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നത് ഈ റാഡിക്കലൈസേഷനിലോട്ട് പോകുന്നതിൽ ഒരു പ്രായം ഒരു വലിയൊരു ഘടകമാണ്. ടീനേജിലുള്ള കുട്ടികളെ ഒരു കാര്യം അത് ശരിയാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പം വയലൻസ് ആണെങ്കിലും അതല്ല, ഇപ്പം അവര് ഏതെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ഇപ്പം ഒരു ആർമിയിൽ ചേരുക, അല്ലെങ്കിൽ സോഷ്യൽ സർവീസിലേക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലോട്ട് തിരിയുന്ന ഒരു പ്രായം, ആ പ്രായത്തിൽ ഇങ്ങനെ കുട്ടികളെ ക്യാച്ച് ചെയ്യുന്നത് ഒരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. That means ഈ റാഡിക്കലൈസേഷന് വിധേയമാകുന്ന പ്രായം ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ കേരളത്തിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ പോയ ആളുകളുടെ ഏജ് എന്ന് പറയുന്നത് they are in between maybe around 20 to 35 താഴെയാണ്. So that can be an obvious reason, which is ആ ഒരു ഏജ് കാറ്റഗറി കുറച്ചും കൂടെ എളുപ്പത്തിൽ റാഡിക്കലൈസേഷന് വിധേയമാക്കാൻ സാധിക്കും എന്നുള്ളതും ഓക്കെയാണ്. ബട്ട് അഗെയിൻ നമ്മളൊരു ചോദ്യത്തിന് ഉത്തരം വന്നില്ല. സ്റ്റിൽ വാട്ട് ഈസ് ദ മോട്ടീവ് എന്നുള്ളത് പറയാൻ ഇപ്പോഴും സാധിക്കുന്നില്ല. ആർക്കെങ്കിലും ഒരു മോട്ടീവ് പറയാൻ പറ്റുമോ എന്തുകൊണ്ടായിരിക്കുക എന്നുള്ളത്? ഒരു വാദത്തിന് വേണമെങ്കിൽ പറഞ്ഞാലും മതി. ഞാനതിന് നമുക്ക് പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല, ബട്ട് എന്നാലും
ഓക്കെ, എനിക്ക് രണ്ട് പ്രധാനപ്പെട്ട ചെറിയ കാര്യങ്ങളൂടെ പറഞ്ഞ് നമുക്ക് ക്ലാസ്സസ് അവസാനിപ്പിക്കാം. അത് രണ്ട് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ്. നമുക്ക് അതുകൂടെ ചർച്ച ചെയ്തിട്ട് വീൽ എൻഡ്. ഒന്ന്, ഈ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പുതിയൊരു ഇൻഡെക്സ് വന്നിട്ടുണ്ട്. ഇത് ഇത്രയൊക്കെ ഞാൻ ഈ റാഡിക്കലൈസേഷൻ ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് അതിനൊരു ഇൻട്രസ്റ്റിങ്ങിന് വേണ്ടി എടുക്കാം. 163 രാജ്യങ്ങളിലാണ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. 3 കാര്യങ്ങളാണ് ഈ ഇൻഡെക്സിൽ ഡൊമൈൻ ആയിട്ട് വന്നിരിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ഇൻഡെക്സ് ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. ഒന്ന്, ആ രാജ്യങ്ങളിൽ ഓൺഗോയിങ് കോൺഫ്ലിക്റ്റ് ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. 2, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആ രാജ്യത്തുണ്ടോ. 3, മിലിറ്ററൈസേഷൻ. ഈ മൂന്നാമത്തെ കാര്യം. ഈ 3 ടേക്ക് അവേസിലാണ് ഈ രാജ്യങ്ങളെ അവർ കാറ്റഗറൈസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും പീസ്ഫുൾ നേഷൻ എന്ന് പറയുന്ന ഐസ്ലാൻഡ് ആണ്. ദെൻ ന്യൂയോർക്ക്, ഡെൻമാർക്ക്, പോർച്ചുഗൽ അങ്ങനെയാണ് പോകുന്നത്. ആദ്യത്തെ 10 രാജ്യങ്ങൾ എടുത്താൽ 8 രാജ്യങ്ങളും യൂറോപ്പിൽ നിന്നാണെന്നുള്ളതാണ് വേറൊരു പാരഡോക്സ്. ലോകത്തിലെ ഏറ്റവും എന്താ പറയുക ലീസ്റ്റ് പീസ്ഫുൾ നേഷനായിട്ട് കാറ്റഗറി ചെയ്തിരിക്കുന്ന അഫ്ഗാനിസ്ഥാനാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പഠിപ്പിക്കാൻ കരുതിയത്. ലോകത്തിൽ ഈ നമ്മൾ 9 റീജിയൻസ് എന്നാണ് പറയുക. മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക, സദേൺ ആഫ്രിക്ക, അങ്ങനെയൊക്കെ നമ്മൾ കണക്കാക്കാറുണ്ട്. അതിൽ പീസ് ഇൻഡെക്സിൽ 3 റീജിയൻസ് മാത്രമാണ് ഒരു എന്താ പറയുക മുന്നോട്ട് സമാധാനം കാണാൻ കഴിയുന്ന റീജിയൻസ് എന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും രസകരമായ കാര്യം ഇതിന്റെ ഈ പീസ് ഇൻഡെക്സിന്റെ ഒരു എക്കണോമിക്കൽ ഇമ്പാക്റ്റ് ആണ്. ഈ ഇത്തരത്തില് ഈ എന്താ പറയുക ഇത്തരത്തില് രാജ്യങ്ങളിലെ ഈ 3 സംഭവങ്ങൾ, കോൺഫ്ലിക്റ്റ്, ഈ സേഫ്റ്റി, സെക്യൂരിറ്റി, മിലിറ്ററൈസേഷൻ, ഈ 3 കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് 2020 ലോകത്തിന് നഷ്ടം ഏകദേശം 15 ട്രില്യൺ GDP എന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിന്റെ ഏകദേശം ഒരു 12% വരുന്ന ലോകത്തിന്റെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. അത്രത്തോളം കുറവാണെന്നാണ് പറയുന്നത്. അത്ര വലുപ്പമുണ്ട് ഈ പീസ് ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. സെക്കൻഡ്ലി, ഈ ലോകരാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളിലും there is a sufficient or a huge increase in military expenditure. ഇത് വ്യക്തമായിട്ടും കാണാൻ കഴിയുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അത് രണ്ടാമത്തെ സ്ട്രേറ്റ് ഇയറിലാണ് ലോകത്തിലെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലെയും അവരുടെ മിലിറ്ററി എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. ഇനി ഇന്ത്യയുടെ കേസാണെങ്കിൽ 135ാമത്തെ രാജ്യമാണ് ഇന്ത്യ ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ. സൗത്ത് ഏഷ്യയിൽ നേപ്പാളും ഭൂട്ടാനും ആണ് ഏറ്റവും എന്താ പറയുക പീസ്ഫുൾ നേഷൻ എന്ന് പറയപ്പെടുന്നത്. അതിൽ സൗത്ത് ഏഷ്യയിലെ 5ാമത്തെ റീജിയനാണ് ഇന്ത്യ കണക്കാക്കിയിരിക്കുന്നത്. ബംഗ്ലാദേശ് എന്താ പറയുക 91ാമത്തതാണ്. പാകിസ്ഥാൻ ഏറെക്കുറെ ആ പീസ്ഫുൾ നേഷനിൽ മുന്നോട്ട് വന്നിട്ടെന്നാണ് പറയപ്പെടുന്നത്. 150ാമത്തെ റാങ്കാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. സൗത്ത് ഏഷ്യൻ റീജിയനിൽ 6ആണ്. ആ ഓൺഗോയിങ് കോൺഫ്ലിക്റ്റിന്റെ ബേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആൻസർ പറയുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് കോട്ട് ചെയ്യാം. അടുത്തൊരു എക്കണോമിക്കൽ പാരാമീറ്റർ ആണ് വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ്. ഇത് എക്സാമിന് നിങ്ങൾ ചോദിച്ച ചോദ്യമായിരുന്നു. റിലീസ് ചെയ്യുന്നത് IMD എന്ന് പറയുന്നത് ഒരു ലോകത്തിലെ ഒരു വലിയ ഒരു ബിസിനസ് സ്കൂളാണ്. സ്വിറ്റ്സർലാൻഡ് ബേസ് ചെയ്തിട്ട് IMD സ്വിറ്റ്സർലാൻഡ് എന്ന് പറയും. 64 എക്കോണമികളത് ബേസിക്കലി ഇത് കാൽക്കുലേഷൻ ചെയ്യുക. 4 പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സ് ആണ് ഉള്ളത്. One is economic performance of the nation, then the efficiency of the government, business efficiency of the corporates, and particular infrastructure development in particular nation. ഈ 4 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നിങ്ങൾ വേൾഡ് കോമ്പറ്റീറ്റീവ് ഇൻഡെക്സ് നിങ്ങൾ മെഷർ ചെയ്യുക. അഗെയിൻ ഇന്ത്യ, സ്വിറ്റ്സർലാൻഡ് ആണ് ടോപ്ഡ് 1. സ്വീഡൻ, ഡെൻമാർക്ക്, നെതർലാൻഡ്, സിംഗപ്പൂർ ഇവരാണ്. ഏഷ്യയിൽ സിംഗപ്പൂർ, ഹോങ്കോങ്, തായ്വാൻ, ചൈന ഇതാണ് ബെസ്റ്റ് ഇൻ ദ നേഷൻ. ഇന്ത്യയുടെ കേസാണെങ്കിൽ ഇന്ത്യ നല്ല ഇതിലാണ്. 43ാമത്തെ റാങ്കാണ് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ് ഇൻഡെക്സിലുള്ളത്. സിമിലർ, അതായത് കഴിഞ്ഞ വർഷത്തെ അതേ ഒരു സ്റ്റാൻഡേർഡ് എടുത്തിരിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ
ഇന്ത്യയുടെ റാങ്ക് 43 ആണ്. ചൈനക്കാണ് ഏറ്റവും നല്ല റാങ്ക് 16 ഉള്ളത്. ബാക്കി റഷ്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക അതൊക്കെ ഇന്ത്യയുടെ പുറകെയാണ്. 4 പാരാമീറ്റേഴ്സിലും ഇന്ത്യ സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഈ ലോകത്തിലെ ഈ ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. 4 കാര്യങ്ങളാണ് ആക്ച്വലി ഉള്ളത്. ഒന്ന്, ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ടെലികോം. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലാണ്. വിദേശ രാജ്യങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് ടെലികോം ഇൻഡസ്ട്രിയിലാണ്. മൊബൈലിന് വേണ്ടി ടെലിഫോണിന്റെ കോസ്റ്റ് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ രാജ്യം ഒന്ന് ഇന്ത്യയാണ്. ദെൻ എക്സ്പോർട്സ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ എക്സ്പോർട്സ് ഇന്ത്യയിൽ കൂടുതലാണ്. ദെൻ റെമ്യൂണറേഷൻ, ഈ സർവീസ് പ്രൊഫഷണൽസ് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഇന്ത്യയിൽ കൂടുതലാണ്. ട്രേഡ് ഇൻഡെക്സും ഇന്ത്യയുടെ മുന്നിലാണ്. ഇതാണ് ഇന്ത്യയുടെ സ്ട്രെങ്ത്. ഈ ഇൻഡെക്സിൽ ഇന്ത്യനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ളത്. ഇന്ത്യയുടെ വീക്ക്നെസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് ഇന്ത്യയുടെ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബേഴ്സ് നമ്പേഴ്സ് വളരെ കുറവാണ്. ഇന്ത്യയുടെ പൊല്യൂഷൻ കാറ്റഗറി വളരെ കുറവാണ്. ഇന്ത്യയുടെ HDI വളരെ കുറവാണ്. GDP പെർ ക്യാപിറ്റ വളരെ കുറവാണ്. ദെൻ പെർ ക്യാപിറ്റ ഫോറിൻ കറൻസി റിസർവ് ഇത് വളരെ കുറവാണ്. ഇതാണ് ഇന്ത്യയുടെ വീക്കസ്റ്റ് പോയിന്റ്സ് ആയിട്ടുള്ളത്. നമുക്ക് ഏതെങ്കിലും ആൻസറിൽ പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ റിപ്പോർട്ട് എടുത്തത്. വേറെ എന്തെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഞാനൊരു 1.5 മണിക്കൂറാണ് നമ്മുടെ ക്ലാസ് പ്ലാൻ ചെയ്തിരുന്നത്. IR നമുക്ക് അത്രയും വിശദീകരിച്ചെടുക്കാനില്ല. ഞാൻ ഏറെക്കുറെ റീജിയൻസിലേക്ക് ഒന്ന് കടന്നു പോകുക എന്നുള്ളത് മാത്രമാണ്. എനിക്ക് കടന്നു പോകാൻ പറ്റാത്തത് ആഫ്രിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലേക്കുമാണ്. അത് നമുക്ക് അത്രത്തോളം കേരളത്തിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഏരിയ മാറ്റി വെക്കാം. ബ്രീഫായിട്ട് ഞങ്ങൾക്കൊരു തരാവോ? അതായത് നമ്മുടെ UN ഒരു വേൾഡ് ബോഡി ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇത്രയും വാർ റാവേജിങ് ആയിട്ടും ക്ലൈമറ്റ് ചേഞ്ചുമായിട്ടും ബന്ധപ്പെട്ട് വലിയ പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ ഒരു കോംപ്രിഹെൻസീവായ ഇടപെടൽ നടത്താൻ UN കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രോബ്ലം അല്ലേ? അപ്പൊ UN ശരിക്കും പറഞ്ഞാൽ ഒരു ഫെയിലിയർ ആണോ എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എങ്ങനെയാ സാർ നമ്മൾ അതിന് നമുക്ക് ബേസിക്കലി എന്താ പറയാ, ഒറ്റയടിക്ക് നമ്മളത് ഫെയിലിയർ ആണെന്ന് പറയരുത്. ബട്ട് ഞാനതിനെ ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂഷനിൽ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ UN ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 2020 UN 75ാമത്തെ വർഷമായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട് ഒക്ടോബർ 24, 2020 UN ഡയമണ്ട് ജൂബിലി നമ്മൾ ആഘോഷിച്ചത്. അതൊരു ജോയസ് ഒരു എന്താ പറയുക ഒക്കേഷൻ തന്നെ ആയിരുന്നു. ബട്ട് എന്താ പറയുക, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് UN ഒരു ഗ്ലോബൽ ഗവൺമെന്റ് അല്ല. അതാണ് നമ്മളുടെ ഒരു തെറ്റായ ധാരണയാണ് ആക്ച്വലി ഇത്. അതൊരു ഗ്ലോബൽ ഗവൺമെന്റ് അല്ല, അതൊരു ഗ്ലോബൽ ഗവേണൻസ് ആണ്. അതാണ് തന്നെ അതിലെ പ്രൈമറി ഡിഫറൻസ് തന്നെ അതാണ് ആക്ച്വലി. നമ്മളെപ്പോഴും ആഗ്രഹിക്കുക ഒരു പ്രോബ്ലം ഉണ്ടായാൽ UN സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ഗ്ലോബൽ ഗവൺമെന്റ് ആണെങ്കിലേ സാധിക്കുകയുള്ളൂ. ഇതൊരു ഗ്ലോബൽ ഗവേണൻസിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രോബ്ലത്തിന് ഫുള്ളി സഫീഷ്യന്റ് സൊല്യൂഷൻസ് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് UN ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു UN ഒരു ഫെയിലിയർ എന്ന് പറയരുത്. ബട്ട് UN ഇസ് എ ഫെയിലിയർ. യു ക്യാൻ സേ ഇറ്റ് ഈസ് ഈക്വലി ഇറ്റ് ഈസ് എ ഫെയിലിയർ ആൻഡ് സക്സസ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. പല സ്ഥലങ്ങളിലും UN പരാജയപ്പെട്ടിട്ടുമുണ്ട്, എന്നാൽ പല സ്ഥലങ്ങളിലും UN സക്സസ് കിട്ടിയിട്ടുമുണ്ട്. ബട്ട് നോക്കൂ, സക്സസും ഫെയിലിയേഴ്സും ഓൾമോസ്റ്റ് ഈക്വലിയാണ് UN കേസിൽ. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക ഒന്ന് ഈ സക്സസ് എന്ന് ഞാൻ പറയുന്നത് ഞാൻ പല കാര്യങ്ങളാണ്. ഒന്ന് 60-ന് ശേഷം വലിയ തോതിൽ UN മെമ്പർഷിപ്പ് കൂടിയിട്ടുണ്ട്. ഏകദേശം ഇപ്പം എല്ലാ രാജ്യങ്ങളും ഓൾമോസ്റ്റ് ഒരു 5-6 സ്വതന്ത്ര അല്ലെങ്കിൽ ഒരു പാർഷ്യൽ ഇൻഡിപെൻഡൻസ് രാജ്യങ്ങൾ മാത്രം മെമ്പർ ആയിട്ടില്ലാത്ത ബാക്കി 194ഓളം രാജ്യങ്ങൾ മെമ്പേഴ്സുമാണ്. മറ്റുള്ളത് സോവറൈൻ സ്റ്റേറ്റ്സുമാണ്. ദെൻ വലിയ തോതിൽ ഈ 80കളിലും 60കളിലൊക്കെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഡീകോളനൈസേഷൻ നടത്താൻ വേണ്ടി UN ചെയ്ത എല്ലാ നടപടിക്രമങ്ങളും സക്സസ് ആയിട്ടുണ്ട്.
ദെൻ ഈ UN ഓർഗനൈസേഷൻ എന്ന രീതിയിൽ മാറ്റിയിട്ട് ഒരു ജനങ്ങളുടെ അടുത്തേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാൻ സിവിൽ സൊസൈറ്റി ആയിട്ട് UN വലിയ തോതിൽ മാറിയിട്ടുണ്ട്. ദെൻ ലീഗ് ഓഫ് നേഷൻ, ആദ്യ വേൾഡ് വാറിന് അവസാനിപ്പിച്ച ലീഗ് ഓഫ് നേഷന്റെ ഒരു സക്സസ് ഒരു പാരാമീറ്റർ നിങ്ങൾ അസസ് ചെയ്യുമ്പോൾ UN ഗ്രേറ്റ് സക്സസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലീഗ് ഓഫ് നേഷന് ഒരു സെക്കൻഡ് വേൾഡ് വാറിനെ തടയാൻ കഴിഞ്ഞില്ല. ബട്ട് UN ഓൾമോസ്റ്റ് ഒരു 75 years ആയിട്ട് പോലും ഒരു തേർഡ് വേൾഡ് വാറിലേക്ക് ലോകരാജ്യങ്ങൾ വന്നിട്ടില്ല. ദെൻ വേൾഡ് വാറിന് ശേഷം പല കോൺഫ്ലിക്റ്റുകളിലും UN നേരിട്ട് ഇടപെട്ടിട്ടുമുണ്ട്. അതിന്റെ പീസ് കീപ്പിംഗ് ഫോഴ്സ് ആയിട്ട് ഇന്ന് ആഫ്രിക്കയിലെയും പല രാജ്യങ്ങളിലും UN ഉണ്ട്. അത് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ UN ഒരു സക്സസ് ആണ് നമുക്ക് ഈ റീജിയൻസിൽ പറയാം. സെറ്റ് ബാക്ക് വന്നത് ഏറെക്കുറെ ആംസ് റേസ്, ആയുധ കച്ചവടം തടയാനും കോൾഡ് വാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും UN സക്സസ് അല്ലായിരുന്നു. ദെൻ ഒരു പവർ സെപ്പറേഷൻ പ്രിൻസിപ്പിൾ ആയിട്ടാണ് UN പൊതുവെ പോകുന്നത്. അതായത് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ആ രാജ്യങ്ങളുടെ ഒരു ടസൽ, ഒരു പവർ ടസലിന് വേദിയാവുക എന്നുള്ളതാണ് UN നടക്കുന്നത്. അപ്പൊ ആ രാജ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾക്കാണ് ഏറെക്കുറെ UN സപ്പോർട്ട് കിട്ടുന്നത് വാസ്തവമാണ്. സിമിലർലി ഒരു മൾട്ടി പോളാർ, ഒരു മൾട്ടി ലാറ്ററൽ ഓർഗനൈസേഷൻ ആയിട്ട് UN എന്താ പറയുക മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ ഈ പറഞ്ഞ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലിൽ 5 പെർമനന്റ് മെമ്പേഴ്സും. അതുകൊണ്ട് ഈ 60കളിൽ മുതൽ തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലില് നമ്പേഴ്സ് കൂട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ 75 വർഷമായിട്ട് പോലും അതിലൊരു മാറ്റം ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു ആ സെക്യൂരിറ്റി കൗൺസിൽ എല്ലാ രാജ്യങ്ങളുടെയും കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഒരു തരത്തിൽ നമുക്കതിനെ പോസിറ്റീവായിട്ടും പറയാം, നെഗറ്റീവായിട്ടും പറയാം. പക്ഷെ ഇതുപോലെ ഇനിയും പറയാം, ലോകത്തിലുള്ള ഈ ജനാധിപത്യ മൂല്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒന്നും UN ചെയ്യാൻ കഴിയുന്നില്ല. റെഫ്യൂജി ക്രൈസിസിന്റെ സമയത്ത് യുഎന്നിന്റെ ഞാൻ പറഞ്ഞ റെഫ്യൂജി കൺവെൻഷനൊക്കെ ഒപ്പിട്ട രാജ്യങ്ങൾ പോലും പലപ്പോഴും ആ റെഫ്യൂജീസിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള വാസ്തവമാണ്. അതിലൊന്നും ഒരു നടപടി പോലും UN എടുക്കാൻ സാധിക്കുന്നില്ല. 2, പലപ്പോഴും ഗ്ലോബൽ ഗവേണൻസിന്റെ ഭാഗമാണെങ്കിൽ പോലും ഒരു മീഡിയേറ്റർ ആയിട്ട് പോലും പല യുദ്ധക്കളങ്ങളിലും UN ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ എസ്പെഷ്യലി ലൈക്ക് എന്താ പറയുക, സിറിയയിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും 2 സൈഡിലും 2 ഗ്ലോബൽ പവേഴ്സ് വന്നു കഴിഞ്ഞാൽ ദെൻ യുഎന്നിന്റെ സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആണ്. പലപ്പോഴും UN ഇടപെട്ടിരിക്കുന്ന പല കാര്യങ്ങളും അല്ല ആഫ്രിക്കയിലോ ഒക്കെയുള്ള രാജ്യങ്ങളെക്കാണ്. അതല്ലാതെ 2 യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലോ അല്ലെങ്കിൽ റഷ്യ അമേരിക്കയും പോലുള്ള 2 പവർ ബ്ലോക്കുകൾ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ഒരു സിവിൽ വാർ ആണെങ്കിൽ ഏറെക്കുറെ UN കൈ കെട്ടി നോക്കുന്നിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സക്സസ് പാരാമീറ്റേഴ്സും ഉണ്ട്, ആസ് വെൽ ആസ് അതിന് പോസിറ്റീവ് സ്റ്റാൻഡ്സും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഡോണ്ട് സേ ദാറ്റ് ഇറ്റ് ഈസ് എ ഫുള്ളി ഫെയിൽഡ് ആണെന്നുള്ള എനിക്ക് അഭിപ്രായമില്ല. The idea is you cannot expect the UN to become a global government. It is just a global governance body. അതാണ് അതിന്റെ ഒരു പ്രൈമറി ആംഗിൾ. അത് ഞാനൊരു ബ്രീഫ് തരാം. ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം ഞാൻ. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഈ ഗ്ലോബൽ ഗവൺമെന്റിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? പോസിബിലിറ്റി അങ്ങനെ സാധ്യതയില്ല. ഒരു ഓർഗനൈസേഷനും ഗ്ലോബൽ ഗവൺമെന്റ് ആക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഡൈവേഴ്സിറ്റി ഉള്ള വ്യൂസ് ആണ് ഉള്ളത്. യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ തന്നെ ഡൈവർജന്റ് വ്യൂസ് ഉള്ള രാജ്യങ്ങളല്ലേ ഉള്ളത്. കാരണം ഇപ്പോഴത്തെ 2 പവർ ബ്ലോക്കുകളല്ലേ അതിലുള്ളത്. അതുകൊണ്ട് പോസിബിലിറ്റി നമുക്ക് അങ്ങനെ ഒരു ഗ്ലോബൽ ഗവൺമെന്റ് എന്നൊരു ഇപ്പൊ ചിന്തിക്കാൻ കഴിയില്ല. ബട്ട് ഒരു ഗ്ലോബൽ ത്രെട്ട് എപ്പോഴെങ്കിലും ലോകത്ത് എന്താ പറയാ വരികയാണെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി. പക്ഷെ ഇപ്പൊ അങ്ങനെ ഗ്ലോബൽ ത്രെട്ടും ഇല്ല. ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് ഒരു ഗ്ലോബൽ ത്രെട്ട് ആണെന്നുള്ള പല രാജ്യങ്ങളും വിശ്വസിക്കുന്നേ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഗ്ലോബൽ ത്രെട്ട് ഇല്ലാത്തടത്തോളം കാലഘട്ടം എനിക്ക് തോന്നുന്നില്ല ഒരു പോസിബിലിറ്റി, ഒരു ഗ്ലോബൽ ഗവൺമെന്റിന്റെ പോസിബിലിറ്റി ഉണ്ടാവുമെന്നുള്ളത്. പല ഓർഗനൈസേഷൻസും വരും, പല പാരാമീറ്റേഴ്സും വരും, പക്ഷെ വെരി ഡിഫിക്കൽട്ട് ടു ഫോം എ ഗ്ലോബൽ ഗവൺമെന്റ്. അങ്ങനെ പോസിബിലിറ്റി ഇല്ല.
ആൻഡ് നിങ്ങൾ ഒരു മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ UN-ന്റെ ഒരു എക്സ്പാൻഷൻ ഇമ്മീഡിയറ്റ് നടത്തണം. യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ മെമ്പർഷിപ്പ് ഒരു 5 നിന്ന് 15ലേക്ക് മൂവ് ചെയ്യണം. എല്ലാ കോണ്ടിനെന്റ്സിൽ നിന്നും നമുക്കൊരു 2-3 രാജ്യമാണ്. അപ്പൊ ആഫ്രിക്കയിൽ നിന്ന് ആരുമില്ല, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആരുമില്ല, ഉള്ളത് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നും മാത്രമാണ്. അതും ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഏഷ്യ എന്നൊരു രാജ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മെമ്പർഷിപ്പ് ഒക്കെ വലിയ രീതിയിൽ മാറ്റണം, അതൊക്കെ പറയാം. പക്ഷെ എന്നാലും ഈ ചോദ്യത്തിന് ഉത്തരം പോസിബിലിറ്റി ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ എന്തായാലും ഒരു ഗ്ലോബൽ ഗവൺമെന്റിന്റെ ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നില്ല. ഫെയിലിയർ ഒന്നും കൂടെ പറയാൻ വേണമെങ്കിൽ ന്യൂക്ലിയർ ആർസനൽസിന്റെ ഇംപ്രൂവ്മെന്റ് ലോകരാജ്യങ്ങൾ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും ഇന്ത്യയും പാകിസ്ഥാനൊക്കെ എല്ലാ രാജ്യങ്ങളിലും ന്യൂക്ലിയർ ആർസനൽസ് കൂട്ടിയിട്ടുണ്ട്. ഇഫ് UN was successful, then ഫുള്ളി സക്സസ്ഫുൾ ഇങ്ങനെ സംഭവം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മ്യൂച്വൽ ആണ്, രണ്ട് ഭാഗമുണ്ട്. നോട്ടുകൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്തെങ്കിലും സംശയമൊക്കെ ഇല്ല. എൻ്റെ ഓക്കെ. രാത്രി almost 9:45 no? Okay guys, see you later. Thank you, sir. Thank you, sir.